ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ ആരോഗ്യം നമുക്കിങ്ങനെ അറിയാം. നമ്മളുടെ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സ്ഥിതി ചെയ്യാനൊരു കൂടാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. അപ്പോൾ ആ ശരീരത്തെ എത്ര കൃത്യമായിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുമോ അത്രമാത്രം നമുക്ക് പ്രയോജനകരമാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞ് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ അകത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ അതിനെ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യുകയാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ള ചുറ്റുപാടുമുള്ള ബെസ്റ്റ് ആൻറ്റി ഓക്സിഡൻസിനെ നമ്മൾ തിരിച്ചറിയുക. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റിനെ തിരിച്ചറിയേണ്ടത് എന്നും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പം അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ചില കാരണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലാസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്: ഫ്രീ റാഡിക്കൽസ്, ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ആൻറ്റി ഓക്സിഡൻസ്. നമ്മുടെ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന 3 കാര്യങ്ങളാണിത്. ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും, അതിലൂടെ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഫോം ചെയ്യും. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ആൻറ്റി ഓക്സിഡൻസ് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിറൈവ് ചെയ്യും. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ ഭക്ഷണത്തിലൂടെ തീർച്ചയായിട്ടും ഈ ആൻറ്റി ഓക്സിഡൻസ് കൃത്യമായിട്ട് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യണം, കൊടുക്കണം. ഇപ്പം എന്താണ് ശരിക്കും ഫ്രീ റാഡിക്കൽസ് എന്ന് ചോദിച്ചാൽ ഈ ഒരു ചിത്രം മനസ്സിലാവും. ഫ്രീ റാഡിക്കലും ആൻറ്റി ഓക്സിഡൻറ്റും നമ്മൾ എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടായിരിക്കും. ഇത് രണ്ടും വളരെ ആവശ്യമുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല, ഉണ്ടാകും. പക്ഷെ അതിനൊരു സർട്ടൻ ലിമിറ്റിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഹാനികരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് അതിനെ സബ്സൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് കൃത്യമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഇതിനിടയിലുള്ള ആ ഘടകമാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ എ ബാലൻസ് ബിറ്റ്വീൻ ഫ്രീ റാഡിക്കൽ ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ് ഈസ് നെസസറി. അപ്പോൾ നമ്മളുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബാലൻസ് അത്യാവശ്യമാണ്. ഫ്രീ റാഡിക്കൽസ് കൂടുതലാണെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് നമ്മുടെ സെൽസിൻ്റെ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സുകൾ. സോ ഫ്രീ റാഡിക്കൽസ് ദസ് അഡ്വേഴ്സ്ലി ഓൾട്ടർ ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊഴുപ്പാണ്. കൊഴുപ്പിൻ്റെ ആ സ്ട്രക്ചറിനെ അത് മാറ്റും. നമുക്ക് പ്രയോജനകരമല്ലാത്ത രീതിയിൽ അതിനെ മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രോട്ടീൻസിൻ്റെ ഘടന മാറ്റും. അതുപോലെ നമ്മുടെ DNA, RNA ഇങ്ങനെയുള്ള ആ ബേസ് സ്ട്രക്ചറിനെ എല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അത് അഫക്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. എങ്ങനെയാണത് സംഭവിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോഴും ഒരു ബാലൻസ് ഓക്സിഡൻറ്റും ഫ്രീ റാഡിക്കൽസ് തമ്മിൽ ഉണ്ടാകണം. ഒരു പരിധിവരെയൊക്കെ ഫ്രീ റാഡിക്കൽസ് ഓക്കെയാണ്. നമ്മുടെ ശരീരത്തിലെ വൂൺസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാം. ഫ്രീ റാഡിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് ഇതാണ്: എനി ആറ്റം ഓർ മോളിക്യൂൾ ഹാവിങ് അൺപെയർഡ് ഇലക്ട്രോൺ. ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് ഒരു മോളിക്യൂൾ മാറിക്കഴിഞ്ഞാൽ എന്താകുമെന്ന് നമ്മൾ പണ്ട് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അഫിനിറ്റി ഉണ്ടാകും. ആ ഒരു അഫിനിറ്റിയിലൂടെ ഏറ്റവും അടുത്ത് അതിൻ്റെ ആ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി മറ്റെവിടെ നിന്നാണെങ്കിലും അതൊരു ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം, ഒരു അൺസ്റ്റേബിൾ മോളിക്യൂൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു വോയിഡ്, ഒരു ഇലക്ട്രോൺ ഡെഫിസിറ്റ് ഉണ്ടാകും. അതിനനുസരിച്ച് ഒരു അഫിനിറ്റി ഉണ്ടാകും. എവിടെ നിന്നാണോ പോസിബിൾ ആകുന്നത് അവിടെ നിന്ന് അത് സ്വീകരിക്കാൻ നിർബന്ധിതമാകും. പ്രത്യേകിച്ച് വേറെ പ്രത്യേകത, ഇങ്ങനെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന് എത്ര നാൾ വേണമെങ്കിലും എക്സിസ്റ്റ് ചെയ്യാം എപ്പോഴും. പക്ഷേ ഇതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും പ്രയോജനകരമല്ലാത്ത റിസൾട്ടുകൾ ഉണ്ടാക്കും. സോ ദേ ആർ കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. ഇറ്റ് കോസ് ഡാമേജ് ടു ബയോമോളിക്കുലാർ സ്ട്രക്ചർ ഓർ സെൽ ഡാമേജ്. നമുക്കറിയാം ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റാത്ത തരത്തിലുള്ള സെല്ലുകൾ കൊണ്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സെല്ലുകളുടെ എല്ലാം പല തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അത് ഡാമേജ് ഉണ്ടാക്കും
എന്നുള്ളതാണ് ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ ഒരു പ്രത്യേകത. ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ഫ്രീ റാഡിക്കൽ കോസസ് വേരിയസ് ഡിസീസസ്. പലതരത്തിലുള്ള ഡിസീസ് ഉണ്ടാക്കാം, പ്രത്യേകിച്ച് ക്യാൻസർ, ഡയബറ്റിസ്, കാർഡിയോവാസ്കുലർ. ഇതിനൊക്കെ പ്രത്യേക കാരണങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും സെൽ ലെവലിൽ ഉണ്ടാകുന്ന ഈ ചേഞ്ചസ് ആണ് ഇങ്ങനെയുള്ള പ്രശ്നത്തിലേക്ക് നയിക്കുന്നത്. എല്ലാ സെല്ലുകളുടെ ഒരു സിനർജിയാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബോഡിയുടെ പ്രോസസ്സ് പലപ്പോഴും ഈ തരത്തിലുള്ള ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ട് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അത് ഏജിങ്ങിലേക്ക് നമ്മൾ നയിക്കാം. ഏജിങ് എന്ന് പറയുമ്പോൾ പ്രായമാകുന്ന അവസ്ഥയിലുള്ള ഏജിങ് അല്ല, പ്രായമാകുന്നതിന് മുമ്പേ ഉള്ള ഏജിങ്. പറയാം, തലമുടിയൊക്കെ പെട്ടെന്ന് നരയ്ക്കുന്നു, ശരീരത്തിൽ ചുളിവുകൾ സൃഷ്ടിക്കപ്പെടുന്നു. അതൊക്കെ പുറത്താണ്. അകത്ത് ഇന്റേണലായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ഒത്തിരി ചേഞ്ചസ് സംഭവിക്കാം. ഇവിടെ പറയുന്നത് ഫ്രീ റാഡിക്കൽസ് ആർ ജനറേറ്റഡ് ബൈ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ പവർ സെൽസ് എന്നാണ് പറയുന്നത്. പവർ ഹൗസ്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിനും എനർജി കൊടുക്കുന്ന 1 മുതൽ 1000കണക്കിന് കോശങ്ങളെയാണ് സെൽസ്. ഓരോ സെൽസും അത് മാറിക്കൊണ്ടിരിക്കും. 0.5 മുതൽ 1 മൈക്രോമീറ്റർ വ്യാസമുള്ള അത്ര വളരെ ചെറുതായിട്ടുള്ള DNA ഉള്ള, അതുപോലെ തന്നെ കോശത്തിൻ്റെ വളർച്ചയും അതിൻ്റെ മരണവും അതുപോലെ അതിൻ്റെ ജീവിതചക്രവും നിർണ്ണയിക്കുന്ന എനർജി പവർ ഹൗസുകളാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുണ്ടാകുന്ന ചില ചേഞ്ചസ് ആണ് പലപ്പോഴും ഫ്രീ റാഡിക്കൽസിന് കാരണമാകുന്നത്. സോ മോഡറേറ്റ് ലെവൽസ് ഓഫ് ഫ്രീ റാഡിക്കൽസ് ആർ ബെനിഫിഷ്യൽ ഫോർ ഹീലിംഗ് വൂണ്ട്സ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് കൊണ്ട് ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ പക്ഷെ അതിൻ്റെ ഒരു ലെവൽ, അതിൻ്റെ ഒരു സാച്ചുറേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതലായി നമ്മുടെ ആ ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ ഹീലിംഗ് വൂണ്ട്സിന് പകരം വൂണ്ട്സ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മാരകമായ പല രോഗങ്ങൾക്ക് കാരണമാകും. സെൽ ലെവലിൽ അനേകം സെല്ലുകളിൽ ആ രോഗങ്ങൾ എത്തിക്കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ക്യാൻസർ എന്നോ അല്ലെങ്കിൽ പറയുന്നു, ആ രീതിയിൽ പറയുന്നു. ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ അത് മ്യൂട്ടേഷനാണ്, സെൽ മ്യൂട്ടേഷനാണ്. നമ്മുടെ ഒറിജിനൽ സെല്ല് തന്നെ മറ്റൊരാളുടെയോ നിർദ്ദേശപ്രകാരം പെട്ടെന്ന് ഒരു ഗ്രോത്ത് പ്രോസസ്സിലേക്ക് പോകുമ്പോഴാണ് ക്യാൻസറസ് സെൽസ് ഒക്കെ ഉണ്ടാകുന്നത്. അത് നമ്മുടെ DNA സ്ട്രക്ചറിൽ നിന്ന് മാറും, പ്രയോജനകരമല്ലാതെയാകും. നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റൽ എനർജി മുഴുവൻ അത് സ്വീകരിക്കും. അങ്ങനെയൊക്കെ ആ ഒരു ഏരിയയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കും. വളരെ സന്തോഷകരമായ ഒരു ന്യൂസ് നമ്മൾ കേട്ടിട്ടിരിക്കുകയാണ്. റഷ്യയിൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഒരു വാക്സിൻ, ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്തു. നമുക്കറിയാം, എത്രയോ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അത് പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ പ്രയോജനകരമായി വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മൈറ്റോകോൺട്രിയൽ ഫ്രീ റാഡിക്കൽ തിയറി ഓഫ് ഏജിങ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ഇവിടെ ഏജിങ് പ്രോസസ്സിലേക്ക് നമ്മളുടെ കോശങ്ങളെ നയിക്കുന്ന, കോശങ്ങൾക്ക് ഒത്തിരി ആയുസ്സൊന്നുമില്ല. ഒരു കോശം, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു കോശം ജനിക്കും, എന്നിട്ട് അതിന് കുറേ ചക്രങ്ങളുണ്ട്, കുറേ സൈക്കിൾസ് ഉണ്ട്, അതിനുശേഷം അത് മരിക്കും. വളരെ കുറച്ച്, ഇത്ര ദിവസങ്ങളുടെ പ്രായമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനത്തെ പല കോശങ്ങൾ മരിക്കുന്നതനുസരിച്ച് പുതിയ കോശങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. പക്ഷേ മരണത്തിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അബ്നോർമൽ സിറ്റുവേഷൻ വന്നാൽ പലപ്പോഴും പ്രശ്നം. അപ്പോൾ ഇവിടെ MFRTA എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. പർപ്പസ് proposes that mitochondrial free radicals produced during normal metabolism causes oxidative. നമ്മുടെ സാധാരണ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഈ ഉപാപചയ അല്ലെങ്കിൽ മെറ്റാബോളിസ പ്രോസസ്സുകൾ നടക്കുമ്പോൾ അവിടെ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. അപ്പോൾ അത് നമ്മളുടെ സെൽസിനെ ഏജിങ്ങിലേക്ക് നയിക്കും. സെല്ലുകൾ ഏജ് ആയാൽ ഓട്ടോമാറ്റിക് നാച്ചുറലായിട്ട് നമ്മളും ഏജിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ആ പ്രോസസ്സ് പറയുന്നത്? മൈറ്റോകോൺട്രിയൽ ഫങ്ഷൻ, അത് തീർച്ചയായിട്ടും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. ജനറേഷൻ ഓഫ് റാഡിക്കൽസ്, ദെൻ ഓക്സിഡേറ്റീവ് ഡാമേജസ്, ദെൻ മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ, ഏജിങ്. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഇത് കോശത്തിൻ്റെ തലത്തിലാണ് നടക്കുന്നതെങ്കിൽ പിൽക്കാലത്ത് ഇത് ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു അവയവത്തിൻ്റെ കോശത്തിൽ നടക്കും. അതിനുശേഷം ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ അതൊരു ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സ്, പ്രീമച്വർ ഏജിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഒരു ഏജിങ്ങിലേക്ക് സാധാരണ ഒരു സ്ട്രക്ചർ മാറി മറ്റൊരു സ്ട്രക്ചറിലേക്ക് മാറും.
ഇവിടെ ഫ്രീ റാഡിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ആറ്റം അതൊരു അൺസ്റ്റേബിൾ ആറ്റമാണ്. അതിനകത്ത് കുറച്ച് ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒന്നുകിൽ അത് ഒരു ഹാഫ് സർക്കിളിലെങ്കിലും ഒരു ഹാഫ് സ്റ്റെബിലിറ്റി എങ്കിലും സ്വീകരിക്കാൻ ഒന്നുകിൽ അത് റിലീസ് ചെയ്യണം, ഡൊണേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യണം. സോ ദേ ബിഹേവ് ഓക്സിഡൻസ് ഓർ റെഡ്യൂസൻസ്. അപ്പോൾ ഒന്നുകിൽ ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, റെഡ്യൂസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ ഒരിക്കലും ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. കാരണം നമ്മൾ എപ്പോഴും സ്റ്റെബിലിറ്റിയിലേക്കാണ് എപ്പോഴും പോസിബിലിറ്റി കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് റിസോഴ്സിൽ നിന്ന് ഈ പറയുന്ന ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അൺസ്റ്റേബിലിറ്റി, പക്ഷേ ഇതിനെ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള അതിൻ്റെ പ്രത്യേകത, ഇത് നശിച്ചു പോകുന്നില്ല, ഇത് എക്സിസ്റ്റ് ചെയ്യും, വാണ്ടർ ചെയ്യും, അസാധാരണമായ രീതിയിൽ വാണ്ടർ ചെയ്ത് ഈ പറയുന്ന രീതിയിൽ ഒരു പെയറിനെ ഉണ്ടാക്കാൻ ശ്രമിക്കും. പല സാഹചര്യങ്ങളിലൂടെ ശരിക്കും ഈ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കാം. അൾട്രാ വയലറ്റ് ലൈറ്റ്, നമ്മുടെ സൂര്യപ്രകാശം, പ്രത്യേകിച്ച് വളരെ ചൂടുള്ള സമയത്ത് ഒത്തിരി നേരം നമ്മൾ വെയിലത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാം. പിന്നെ അയണൈസിങ് റേഡിയേഷൻ കൊണ്ട്, അയണൈസേഷൻ കൊണ്ടുണ്ടാകാം. സ്മോക്കിങ്ങിലൊക്കെ 3 തരത്തിലുള്ള ഓക്സൈഡ്സ്, ഫ്രീ റാഡിക്കൽസ് ആണ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ പറഞ്ഞ പോലെ അൾട്രാ വയലറ്റ്, അതുപോലെ എയർ പൊല്യൂഷൻ കാരണം, അതുപോലെ വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ പ്രോസസ്സിങ്ങിൽ കുറച്ചൊക്കെ ജനറേറ്റ് ചെയ്യാം. ആദ്യം പറഞ്ഞ പോലെ മെറ്റാബോളിസത്തിൻ്റെ മൈറ്റോകോൺട്രിയൽ പ്രോസസ്സിലും ഉണ്ടാകും. അതുപോലെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ, എന്നുവെച്ചാൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുക പറഞ്ഞാൽ ചില ഏരിയകളിൽ വീക്കാകുകയാണ്, അതിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുക. ആ സമയങ്ങളിലും സെൽസിൻ്റെ വീക്കായ സെൽസിൽ നിന്ന് ഇവർ ഫ്രീ റാഡിക്കൽസിനെ അക്സെപ്റ്റ് ചെയ്ത് വീണ്ടും അതിനെ വീക്കാക്കുന്ന രീതിയിലേക്കൊക്കെ മാറും. ടൈപ്പ് ഓഫ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുമ്പം ഇങ്ങനെ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. സൂപ്പർ ഓക്സൈഡ്, O2-ൻ്റെ അയൺ ഫോം. ദെൻ ഹൈഡ്രജൻ പെറോക്സൈഡ്, ഹൈഡ്രോക്സിൽ റാഡിക്കൽ. ഒരുപക്ഷെ ഏറ്റവും പ്രാധാന്യമുള്ളത് ഹൈഡ്രോക്സിൽ OH അയോൺസ് ആണ്, ഹൈഡ്രോക്സിൽ റാഡിക്കൽസ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഫോമിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റി വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് സത്യത്തിൽ ഒരു ഓക്സിഡേഷൻ്റെ ഫീൽ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രോ പെറോക്സൈഡ് റാഡിക്കലുണ്ട്, ലിപ്പിഡ് പെറോക്സൈഡ് റാഡിക്കലുണ്ട്, നൈട്രിക് ഓക്സൈഡ് ഉണ്ട്, പെറോക്സി നൈട്രിക് ഉണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഇവിടെ എല്ലാം ഇത് ഡെഫിഷ്യൻസിയാണ്. പല തരത്തിൽ ഇപ്പോൾ സ്മോക്കിംഗ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അതിൻ്റെ അകത്ത് വളരെയധികം ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. 3 തരത്തിലുണ്ട്. NO ഉണ്ട്, അതുപോലെ തന്നെ O2 ഉണ്ട്, OH ഉണ്ട്. ഇതെല്ലാം ഈ രീതിയിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ജനറലി നമ്മൾ ഇങ്ങനെ പറയാം, ഒരു സൂപ്പർ ഓക്സൈഡ് റാഡിക്കൽ, അതിനെ സൂപ്പർ ഓക്സൈഡ് ഡിമുലേറ്റേസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ ഹൈഡ്രജൻ പെറോക്സൈഡായിട്ട് മാറും, അതിൽ കുറേയൊക്കെ വാട്ടറായി മാറും. പക്ഷേ അയണിൻ്റെ ഫെൻഡോൺ കെമിസ്ട്രി എന്ന് പറയുന്ന കോൺസെപ്റ്റിലുള്ള അയണിൻ്റെ റിയാക്ഷൻ കൊണ്ട് അധികവും ഹൈഡ്രോക്സിൽ റാഡിക്കലായിട്ട് മാറും. അങ്ങനെ ഹൈഡ്രോക്സിൽ റാഡിക്കലാണ് സത്യത്തിൽ ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന ഓക്സിഡേറ്റിംഗ് സ്ട്രെസ് തരുന്ന ഒരു റാഡിക്കലായിട്ട് നമ്മൾ കാണുന്നു, ഏറ്റവും ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന. അപ്പോൾ അത് പല രീതിയിലുള്ള ഇഞ്ചുറി, പ്രത്യേകിച്ച് DNA, RNA, പ്രോട്ടീൻ, ലിപ്പിഡ്, ഇങ്ങനെ പറയുന്ന നമ്മളുടെ നോർമൽ സിസ്റ്റത്തിലെല്ലാം അത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളതിനെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള, ഇപ്പം നമ്മൾ ഇതിന് സെറ്റിന് പറയുന്ന ROS എന്നാണ്, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്. ഇപ്പോൾ ഓക്സിജൻ്റെ സ്പീഷീസ് തന്നെയാണ്, എൻ്റെ കൂടെ ഹൈഡ്രജൻ്റെ കണ്ടൻറ്റും കൂടി ഉണ്ട്. അങ്ങനെ ഒരു ROSൻ്റെ ഒരു പാർട്ട്, അല്ലെങ്കിൽ റിയാക്റ്റീവ് നൈട്രജൻ സ്പീഷീസ്, ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജൻ സ്പീഷീസുള്ള കുറേ അൺസ്റ്റേബിൾ ആയിട്ടുള്ള അയോൺസിൻ്റെ ഒരു കളക്ഷനാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. സൂപ്പർ ഓക്സൈഡ്, അനിയോൺ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഹൈഡ്രോക്സിൽ റാഡിക്കൽ, പെറോക്സിൽ റാഡിക്കൽ, ഇങ്ങനെ ഒരു സെറ്റ്. അതുപോലെ നൈട്രിക് ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, പെറോക്സി നൈട്രേറ്റ്, പെറോക്സി നൈട്രേറ്റിൻ്റെ മറ്റൊരു പാർട്ട്, ഇങ്ങനെ പല രീതിയിൽ ഇത് ഫോം ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, കെമിക്കൽസ് ക്രിയേറ്റഡ് ബൈ മെൻ്റൽ സ്ട്രെസ് ക്യാൻ ക്രിയേറ്റ് ഫ്രീ റാഡിക്കൽസ്. Free radicals are natural products of cell metabolism.
അപ്പോൾ ഇതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു മെറ്റബോളിസത്തിൻ്റെ നാച്ചുറൽ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. തന്നെയുമല്ല, മെൻ്റൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, രോഗം എന്ന് പറയുമ്പോൾ തന്നെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എന്ന് പറയുന്നൊരു തലത്തിൽ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സൈക്കോസൊമാറ്റിക് എന്നൊക്കെ പറയുന്ന തരത്തിൽ മെൻ്റൽ സ്ട്രെസ്സ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് സ്ട്രെസ് ആകുന്ന അവസരത്തിൽ, പ്രത്യേകിച്ച് ഇമോഷണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ ഓറിയൻറ്റേഷൻ കൂടുതലാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആൽക്കഹോൾ കൺസംഷൻ ഇങ്ങനെയുള്ളത്. ഒരു പോളി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കുമ്പോൾ, എന്താണ് ഈ പോളി അൺസാച്ചുറേറ്റഡ് ഓയിൽസ് എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ ഉപയോഗിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും സൺഫ്ലവർ, സോയാബീൻ ഇങ്ങനെയുള്ള ഓയിലുകൾ ഉപയോഗിക്കുക. ഈ ഓയിലിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ കാർബൺ ഹൈഡ്രജൻ കോമ്പൗണ്ട് വളരെ അൺസ്റ്റേബിളാണ്. ചൂടൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പരിധിയിലധികം ചൂടാക്കി കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നാച്ചുറലി നമ്മൾ ചൂടാക്കാറുണ്ട് നല്ലവണ്ണം. അപ്പോൾ ഈ CH അയോൺ ബ്രേക്കായിട്ട് അവിടെ OH കാർബണും ഹൈഡ്രജനുമായിട്ട് അത് കൺവേർട്ട് ചെയ്ത് ഈ ഫ്രീ റാഡിക്കൽസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്? അവർക്കൊന്നും പറയാമോ? ഏത് തരത്തിലുള്ള ഓയിലാണത്? അൺസാച്ചുറേറ്റഡ് ഓയിലാണോ? സാച്ചുറേറ്റഡ് ഓയിലാണ്. വെളിച്ചെണ്ണ സാച്ചുറേറ്റഡ് ഓയിലാണ്. അത് സേഫാണ്. 92% അതിൻ്റെ അകത്ത് സാച്ചുറേറ്റഡും ഒരു 9% മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് പാർട്ടുള്ളൂ. അതുകൊണ്ട് വളരെ സേഫാണ് കമ്പാരിങ് വിത്ത് അതർ ഓയിൽസ്. അപ്പോൾ ഈ അൺസാച്ചുറേറ്റഡ് ഓയിൽസ് ഉപയോഗിക്കും. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ബേക്കറി ഐറ്റംസിലെല്ലാം ഇങ്ങനെയുള്ള പോളി അൺസാച്ചുറേറ്റഡ് ഓയിൽ, ഇപ്പോൾ അതിനേക്കാളും ക്രൂഷ്യലായിട്ടുള്ള നമുക്കറിയാം ഏത് ടൈപ്പ് ഓയിലാണ് ഉപയോഗിക്കുന്നത്? ഏറ്റവും മോശമായ രീതിയിൽ വെളിച്ചെണ്ണയിലും എല്ലാത്തിലും ഉപയോഗിക്കുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ, പാരഫിൻ ഓയിൽ എന്നൊക്കെ പറയുന്ന പെട്രോളിയം ഓയിൽ വരെ അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ പോലും അറിയാതെ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ല മണം നൽകുന്ന വസ്തുക്കളിലൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പാരഫിൻ വാക്സ്. അത് അതിന്റെ കൂടെ നമ്മൾ എഞ്ചിൻ ഓയിൽ പോലും കളർ മാറ്റി ചേർക്കുന്നുണ്ടെന്നാ പറയുന്നത് സാർ. എഞ്ചിൻ ഓയിൽ എന്ന് പറയുന്നതാണ്, അതിനെ പ്യൂരിഫൈ ചെയ്ത് വൈറ്റ് ആക്കി കിട്ടുന്നതാണ് പാരഫിൻ ഓയിൽ. കഴിഞ്ഞാൽ ഒറിജിനൽ വെളിച്ചെണ്ണ തോറ്റു. അത് സംഭവിക്കും. നമ്മൾ ഒറിജിനൽ വെളിച്ചെണ്ണയ്ക്ക് എത്ര ദിവസം മണം കാണും? എത്ര ആഴ്ചകൾ മണം കാണും? ഒറിജിനൽ നമ്മൾ മില്ലിൽ പോയി കൃത്യമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഓയിലിന് എത്ര നാൾ ആ മണം കാണും? കൂടുതൽ സമയം അത് വളരെ കാലം നിൽക്കും സാറേ. അല്ല, ഒറിജിനൽ ഓയിൽ, ഒറിജിനൽ വെളിച്ചെണ്ണ പെട്ടെന്ന് അതിനൊരു മണം മാറ്റം ഉണ്ടാവും അല്ലേ? വലിയ താമസമൊന്നും എടുക്കത്തില്ല. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെയിലത്ത് വെച്ച് വാട്ടർ കണ്ടന്റ് ഒക്കെ മാറ്റി പ്രിസർവ് ചെയ്ത് വെച്ചാൽ പോലും. പക്ഷെ ഈ ടൈപ്പ് ഓയിലിന് എത്ര കാലം വെച്ചാലും അതിൻ്റെ സ്മെല്ല് പോകത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ പോളി അൺസാച്ചുറേറ്റഡ് ഓയിൽ, ഞാൻ പറഞ്ഞ പാരഫിൻ ഓയിൽ എന്നൊക്കെ പറയുന്ന ആ ഒരു ഗണത്തിൽപ്പെടുന്നതിന് ഫ്രീ റാഡിക്കൽസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അത് പലപ്പോഴും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ്റെ ഒരു ചാർട്ടുണ്ട്. ഓക്സിജന് കൂടെ ഒരു ഇലക്ട്രോൺസ് കൂടെ അത് ആഡ് ചെയ്തൊരു സൂപ്പർ ഓക്സൈഡായിട്ട് മാറും. സൂപ്പർ ഓക്സൈഡാണ് നമ്മുടെ താരം. അതിനെ പിന്നെ കൺവേർട്ട് ചെയ്യാൻ നമ്മളൊരു എക്സ്ട്രാ ഒരു ഓക്സിജനോ 2 ഹൈഡ്രജനോ കൊടുത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആകും, സ്റ്റേബിളായി. ഹൈഡ്രജൻ പെറോക്സൈഡിന് വീണ്ടും ഓക്സിജനോ ഹൈഡ്രജനോ കൂടെ കൊടുത്താൽ, അതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത്? ചിലപ്പോൾ ചൂടൊക്കെ കൂടുന്ന സമയത്തായിരിക്കാം, ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, ബേക്കിങ്ങിൻ്റെ സമയത്തൊക്കെ. ഇവിടെ വാട്ടറും പ്ലസ് ഒരു OH, ഒരു ഹൈഡ്രോക്സിൽ റാഡിക്കൽ ഉണ്ടാക്കും. ഈ ഹൈഡ്രോക്സിൽ റാഡിക്കലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതിനെ എങ്ങനെ മാറ്റാം? വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് അഡീഷണൽ ആയിട്ടൊരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഒരു ഇലക്ട്രോണിൻ്റെ അയോൺ പ്ലസ് ഒരു ഹൈഡ്രജൻ അയൺ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വാട്ടറായി മാറും. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രീ റാഡിക്കലിൽ നിന്ന് ഒരു ഓക്സിഡേഷൻ സംഭവിച്ച് ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി 2 പ്രോസസ്സുകൾ സാധാരണ ഉണ്ട്. ഒരു ഫെൻഡോൺ റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ ഉണ്ട്. ഇവിടെ അയൺ 2 കാറ്റലിസ്റ്റുകൾ ഉപയോഗിച്ച് ഫെൻഡോൺ റിയാക്ഷൻ നടക്കുമ്പോൾ അത് കൺവേർട്ട് ചെയ്ത് പോകും. അതുപോലെ തന്നെ ഹേബർ ബേസ് റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ ഉണ്ട്. അത് എനിക്കൊന്ന് അയൺ 3 ആണ്. അയൺ 3യുടെ ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുള്ള പ്രോസസ്സുകളാണ് സാധാരണ ഈ പ്രോസസ്സിനെ നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകാനുള്ളൊരു കാരണമായിട്ട് കാണുന്നത്. മറ്റൊരു കാരണം
ഫോർമേഷൻ ഓഫ് റാഡിക്കൽസിന്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ബസ്റ്റ് എന്ന് പറയും. ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് ദ ഇൻക്രീസ് ഇൻ സെൽ മെറ്റാബോളിസം ആൻഡ് ഓക്സിജൻ കൺസപ്ഷൻ കപ്പിൾഡ് വിത്ത് റിലീസ് ഓഫ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്. ഇപ്പോൾ സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് ഇസ് ആൻ എൻസൈം. അപ്പം ഇതും ഈ പറയുന്ന രീതിയിൽ ഹാംഫുൾ ആയിട്ടുള്ള ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാക്കും. അത് നമുക്ക് സെൽസിന് ഡാമേജ് തരും. നമ്മൾ ആദ്യം പറഞ്ഞു ഫ്രീ റാഡിക്കൽസിന്റെ റീസൺസ് ഉണ്ടാകുന്നതിൻ്റെ ചില കാരണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ റിയാക്റ്റീവ് ഓക്സൈഡ് സ്പീഷീസ്, അതുപോലെ നൈട്രജൻ സ്പീഷീസ് ഒക്കെ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ, പ്രോബ്ലംസിന് പ്രത്യേകിച്ച് പ്രോട്ടീൻ ഡാമേജ്, സെൽ മെംബ്രെയിൻ ഡാമേജ്, മൈറ്റോകോൺട്രിയൽ പെർമിയബിലിറ്റി കൂട്ടും, DNA, RNA, അതുപോലെ മ്യൂട്ടേഷൻ കൂടും, ക്യാൻസറിന് കാരണമാകും, സെൽ ഡെത്ത് ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ട് നമുക്ക് കാണുന്നത് സ്കിൻ, നമുക്ക് ഔട്ടർ ഏരിയയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രീ റാഡിക്കൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് സ്കിൻ ഡാമേജ് ആണ്. പെട്ടെന്ന് നമുക്കത് പ്രീ മെച്വർ റിങ്കിൾസ്, അൺവാണ്ടഡ് പിഗ്മെന്റേഷൻ, ഇത് സ്കിൻ ടോൺ മാറുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ റാഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാറുണ്ട്. ദെൻ എൻസൈമാറ്റിക് ആൻറ്റി ഓക്സിഡൻസ്, നമ്മൾ ആൻറ്റി ഓക്സിഡൻസിൻ്റെ തലത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫെൻഡോൺ ആൻഡ് ഹാബർ ബേസ് റിയാക്ഷനെ ബേസ് ചെയ്ത് അയണിൻ്റെ അയൺ 1, അയൺ 2 അല്ലെങ്കിൽ ഫെറിക് Fe1, Fe2 and 3 ബേസ്ഡ് ആയിട്ട് നമുക്ക് ശരീരത്തിൽ തന്നെ ഇങ്ങനെയുള്ള ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് എൻസൈമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയാതെ തന്നെ. പക്ഷേ ഇത് പലപ്പോഴും സഫീഷ്യൻ്റ് ആകത്തില്ല. അപ്പോൾ ഇവിടെ കോപ്പറും സിങ്ക്, മഗ്നീഷ്യം, അയൺ ഇങ്ങനെയുള്ള എലമെൻസിൻ്റെ ആവശ്യമുണ്ട്. അതിലൂടെ ഈ പറയുന്ന ഹൈഡ്രജൻ പെറോക്സൈഡിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് വാട്ടറിലേക്ക് മാറ്റുന്ന ആ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരം ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ട ഈ കോപ്പർ, സിങ്ക്, മാംഗനീസ്, അയൺ ഒക്കെ പറയുന്ന ആ കണ്ടന്റുകൾ കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ നോൺ എൻസൈമാറ്റിക് ഓക്സിഡൻസും ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് വിറ്റാമിൻ ഇ, എ, സി, ഫ്ലവനോയിഡ്സ്, കാരറ്റിനോയിഡ്സ്, ഇങ്ങനെയുള്ള യൂറിക് ആസിഡ്, കുർക്കുമിൻ, മെലറ്റോണിൻ, ബിലിറൂബിൻ, ഇങ്ങനെയുള്ള കെമിക്കൽസ് ഉപയോഗിച്ചും നമുക്ക് അല്ലെങ്കിൽ ഇന്നർ സൈഡിൽ ഈ പറയുന്ന രീതിയിൽ ആൻറ്റി ഓക്സിഡൻസ് ഫോം ചെയ്യാൻ പറ്റും. ദെൻ അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള പ്രോസസ്സുകൾ നമ്മുടെ ഇന്റേണൽ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സിങ്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു മൂലകമാണ്. It helps the synthesis of antioxidant enzymes and act as a catalyzer of enzymes, taking part of in lipid and carbohydrate and protein metabolism. ഒരു വ്യക്തിക്ക് 11 milligram ഓഫ് സിങ്ക് പെർ ഡേ ആണ് ആവശ്യം. സ്ത്രീകൾക്കാണെങ്കിൽ 8 milligram, പ്രഗ്നന്റ് ലേഡീസ് ആണെങ്കിൽ 11 milligrams, ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ്ങുകളാണെങ്കിൽ 12 milligrams. പ്രധാനമായിട്ടും ഇത് കിട്ടുന്നത് ബീൻസ്, നട്ട്സ്, സീ ഫുഡ്സ്, മീറ്റ്, എഗ്, മഷ്റൂം. അപ്പോൾ സിങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എന്തിനു വേണ്ടി? ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ സിങ്ക് കണ്ടന്റ് ഉള്ള ഡെയിലി ഫുഡ് നമുക്ക് 11 milligram പെർ ഡേ നമുക്ക് കിട്ടണം. അതിനനുസരിച്ചുള്ള ഫുഡ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ശരീരത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അതുപോലെ സെലേനിയം ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, അത് വളരെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടികളാണ്. ഇതെല്ലാം കാറ്റലിസ്റ്റുകളാണ്. എന്നുവെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ പ്രോസസ്സിനെ സഹായിക്കുന്നതാണ്. Selenium is an active immunomodulator, such as potent antioxidant than vitamin E. അതിനേക്കാളും ഇഫക്റ്റീവ് ബീറ്റാ കരോട്ടിനേക്കാളും ഒക്കെ വളരെ, പക്ഷേ ഇതിന് ടോക്സിസിറ്റി ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ കണ്ടന്റ് വളരെ ശ്രദ്ധിക്കണം. പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്ന ഇതിലൊക്കെ സെലീനിയത്തിൻ്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിൽ അതൊക്കെ ഒരു ഗോഡ് ഗിഫ്റ്റ് ആണെന്ന് പറയാം. അങ്ങനെയുള്ള ഫുഡുകൾ ഒത്തിരി ഇല്ല. കൂടുതൽ കഴിക്കുമ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ മറ്റ് ഓക്സിഡൻറ്റ് 2 കാറ്റഗറിയിൽ പറയാം. ക്ലാസ് 1 അല്ലെങ്കിൽ പ്രൈമറി ആൻറ്റി ഓക്സിഡൻസ് എന്നും സെക്കൻഡറി ആൻറ്റി ഓക്സിഡൻസ് പറയാം. പ്രൈമറി ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ സ്കാവഞ്ചേഴ്സ് ആണ്. ഇവിടെ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിലുള്ള മൊത്തത്തിലൂടെ പോകേണ്ടതെല്ലാം യൂറിക് ആസിഡിൻ്റെ ഫോമിലേക്ക് അത് കളക്ട് ചെയ്ത് ഹൈഡ്രോക്സിൽ റാഡിക്കൽസിനെയൊക്കെ സ്കാവഞ്ച് ചെയ്യും. അതുപോലെ ബിലിറൂബിൻ, പെറോക്സിൽ റാഡിക്കൽസിനെ കൃത്യമായിട്ട് മാറ്റും. ആൽബുമിൻ, ട്രാൻസ്ഫെറിൻ, ഇതെല്ലാം നമുക്ക് സ്കാവഞ്ചർ കൺസെപ്റ്റ് എന്ന് പറയാം. രണ്ടാമത്തെ തരത്തിലുള്ളത് സെക്കൻഡറി ആണ്. അത് ശരിക്കും ആൻറ്റി ഓക്സിഡൻറ്റ് ഇങ്ങനത്തെ പ്രോപ്പർട്ടി ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കുന്ന സാധ്യതകളെ കുറയ്ക്കും. ഇതുണ്ടാകുന്നതിനെ സ്കാവഞ്ച് ചെയ്യുമ്പോൾ മറ്റേത് ഓൾറെഡി അതിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 2 നമ്മൾ പറഞ്ഞു ഫെറിക് 2 ആൻഡ് ഫെറിക് 3 ഒക്കെ നമ്മൾ
സത്യത്തിൽ അത് റെഡ്യൂസ് ചെയ്യുക ചെയ്യുന്ന ആ ആക്ഷൻ. ഓൾറെഡി ഉള്ള ഇതിനെ നമുക്ക് സ്കാവഞ്ച് ചെയ്യുക ചെയ്യും. അതുപോലെ സൂപ്പർ ആൻറ്റി ഓക്സിഡൻറ്റ് ഫ്ലാവനോയിഡ്സ്, വാട്ടർ സോലിബിൾ. അപ്പോൾ നമുക്ക് പറയാം വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഹെർബ്സിൽ നിന്നൊക്കെ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഈ കണ്ടന്റ് ഫ്ലാവനോയിഡ്സ് എന്ന് പറയുന്നത് ഇത് ശരിക്കും സ്കാവഞ്ചിങ് ഫ്രീ റാഡിക്കൽസ് ആണ്. ദേ ആർ ആൻറ്റി വൈറൽ, ആൻറ്റി അലർജിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്ട്സ്. അപ്പം അതുകൊണ്ട് തന്നെ മെനി ടൈംസ് ബെറ്റർ ദാൻ വിറ്റാമിൻ സി ആൻഡ് വിറ്റാമിൻ ഇ. അപ്പം ഇങ്ങനെയുള്ള നമ്മളുടെ ഫുഡിൽ നിന്ന്, വെജിറ്റബിൾസിൽ നിന്ന്, ഹെർബ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് വളരെ പവർഫുൾ ആണ്. നമ്മൾ വിറ്റാമിൻ സി, വിറ്റാമിൻ ഇയേക്കാളും ഒക്കെ കൂടുതൽ പവർഫുൾ ആണെന്നാണ് അത് പറയുന്നത്. ഒത്തിരി ഏകദേശം 3100 ഫുഡ്, ഈ ഒരു ന്യൂട്രീഷൻ ജേർണൽ പരിശോധിച്ച് കഴിഞ്ഞാൽ 3100 തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ റിസോഴ്സസിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ രസകരമായ ഒരു പഠനം. അതിൻ്റെ കുറച്ച് കണ്ടന്റുകൾ ഞാനിവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടന്റ് ഇൻ millimole per 100 grams berries and products, that is 9.83 millimoles per 100 gram ആണ്. അതുപോലെ ബിവറേജസ് 8.30. ഹെർബൽ പ്ലാന്റ്സ് എൻ്റെ ആ കണ്ടന്റ് നോക്കിയാൽ 91.72 millimoles per 100. അപ്പോൾ ഇവിടെ നമ്മുടെ ആയുർവേദത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നു. നമ്മുടെ ഹെർബ്സ്, നല്ല ആയുർവേദ ഗുണകരമായിട്ടുള്ള പ്ലാന്റുകളിൽ നിന്ന് കിട്ടുന്നത് 91.73 per 100 ഗ്രാംസിലാണ്. അതുപോലെ നട്ട്സ് ആൻഡ് സീഡ്സ് 4 സ്പൈസസ് ആൻഡ് ഹെർബ്സ്, കേരളം സ്പൈസസിൻ്റെ നാടാണ് അല്ലേ. സ്പൈസസ് ആൻഡ് ഹെർബ്സ് 29.02. അതുപോലെ വിറ്റാമിൻസ് ഡയറ്ററി സപ്ലിമെൻറ്റ്സ് അവിടെ നിന്ന് കിട്ടുന്നത് 95.58 ആണ്. മറ്റൊന്നിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതലാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടന്റ് വളരെ കൂടുതലാണ്. അതുപോലെ ബ്ലാക്ക് ടീ 1 ആണ്, കോഫി 2.5 ആണ്, എക്സ്പ്രസോ കോഫി ഹയർ ഗ്രേഡ് കോഫി എന്ന് പറയാം 14.2 ആണ്, പൊമഗ്രാനേറ്റ് ജ്യൂസ് 2.1, വാൾനട്ട് കോസ്റ്റ്ലി ആണ്, പക്ഷെ അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടന്റ് 21.9 ആണ്. അതുപോലെ ഡോഗ് റോസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് 78.1. ഇതെല്ലാം സാധാരണ നമ്മൾ കാണുന്ന ആൻറ്റി ഓക്സിഡൻസ് ആണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ പോപ്പുലറായിട്ട് നമ്മുടെ ചുറ്റുമുള്ള കുറേ ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടന്റ് ഉണ്ട്. ആദ്യത്തെ കൃത്യ വാല്യൂ ഇപ്പോഴത്തെ വാല്യൂ നമ്മൾ വ്യത്യാസം നോക്കൂ. ഇവിടെ നമുക്ക് വൈറ്റമിൻസ് ആൻഡ് ഡയറ്ററി സപ്ലിമെന്റ്സ് ആണ് 95.58, ഹെർബൽ പ്ലാന്റ്സ് ആണ് 91.72. എന്നാൽ ചില പ്രത്യേകതയുള്ള ആൻറ്റി ഓക്സിഡൻസ്, അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി എന്ന് നോക്കൂ. കരയാമ്പൂ എന്ന് പറയുന്ന ക്ലോവ് 277.3 ആണ് 100 ഗ്രാംസിൽ. അപ്പോൾ 277.3 മില്ലിമോളാണ് 100 ഗ്രാംസിൽ. നമ്മൾ കരയാമ്പൂ കഴിക്കാറുണ്ടോ? ആരെങ്കിലും കഴിക്കാറുണ്ടോ മനഃപൂർവ്വം? പലപ്പോഴും ബിരിയാണിയിലോ ഫ്രൈഡ് റൈസിലോ ഒക്കെ കാണുന്നതല്ലാതെ മനഃപൂർവ്വം കരയാമ്പൂ കഴിക്കാറുണ്ടോ ആരെങ്കിലും? ഗ്രാമ്പു അല്ലേ സാറേ? ഗ്രാമ്പു അല്ലേ? ഗ്രാമ്പു യെസ്, അത് തന്നെ, ഗ്രാമ്പു കഴിക്കാറുണ്ടോ? അപൂർവ. ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട് സാറേ. ഇത് ഇടയ്ക്കല്ല, അത് നോക്കി അതിന്റെ കണ്ടന്റ് നോക്കി, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി നോക്കി. അങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കാറില്ല. ഇത് വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിച്ചാൽ മതി. ചെറു ചൂടുവെള്ളത്തിലേക്ക് അതിന് 2-3 ഇടും. അതുപോലെ നമ്മളുടെ ഫുഡിലും ഒക്കെ ഇത് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാം. ആ ടേസ്റ്റ് ഒന്ന് കോമ്പാറ്റബിൾ ആക്കിയാൽ മതി. അതുപോലെ തന്നെ അമ്ല എന്ന് വെച്ചാൽ നമ്മളുടെ എന്താണ് നെല്ലിക്ക, ഇന്ത്യൻ 261.5. ഒരു ദിവസം ഒരു നെല്ലിക്ക കഴിക്കാറുണ്ടോ? ഒരു ദിവസം നെല്ലിക്ക കൂടിപ്പോവോ? ഞാൻ കഴിക്കാറുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ എപ്പോഴും നമുക്കറിയാലോ, നമ്മുടെ ഉമിനീര് വളരെ അത്യന്താപേക്ഷിതമാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഒരു നെല്ലിക്ക കഴിച്ചു നോക്കും. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട മെയിൻ ഫുഡ് കഴിഞ്ഞ് 3 നെല്ലിക്ക കഴിക്കാം. അപ്പോൾ അത്ര പ്രയോജനകരമാണ്. 261.5 ആണ് നമ്മുടെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയിൽ അതിൻ്റെ മില്ലിമോൾസ് പെർ 100 ഗ്രാംസ്. ഓൾ സ്പേസ് എന്ന് പറയുന്നൊരു സാധനമല്ലേ, സർവ്വസുഗന്ധിയോ അങ്ങനെയാണ് പറയുന്നത്. 100.4. ജിഞ്ചർ ഡ്രൈഡ്, അത് നമ്മൾ കുറച്ചുകൂടെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ജിഞ്ചർ ഡ്രൈഡ് ജിഞ്ചർ, ചുക്ക് എന്ന് പറയാം അല്ലേ, 20.3. മിന്റ് ലീവ്സ്, പുതിനയില, ഡ്രൈഡ് പുതിനയിലയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ 116.4 ആണ്. ഒറെഗാനോ ഡ്രൈഡ്
എന്നുവെച്ചാൽ പനിക്കൂർക്ക എത്ര ശക്തിയോടെയാണ് വളരുന്നത് അല്ലേ? പനിക്കൂർക്ക നട്ട് കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ ഉണ്ടാകും. 63.2. സാഫ്രോൺ, കുങ്കുമം വില കൂടുതലാണ്, 44.5. സേജ്, കർപ്പൂരം 44.3. തൈം, ദാറ്റ് ഈസ് കാശിത്തുമ്പ 56.3. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ആൻറ്റി ഓക്സിഡന്റ് കൊണ്ട് നമ്മളുടെ ചുറ്റുപാടുകൾ എത്രമാത്രം റിച്ചാണ്. ആരും ഉപയോഗിക്കുന്നില്ല. ആരും ഉപയോഗിക്കുന്നില്ല, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതുപോലെ തന്നെ മറ്റൊരു ആൻറ്റി ഓക്സിഡന്റ് ആണ് മഞ്ഞൾ. മറ്റൊരു ആൻറ്റി ഓക്സിഡന്റ് ആണ് കുരുമുളക്. പെപ്പർ. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പം ചുമ്മാ പച്ചവെള്ളം കുടിക്കുന്നതിന് പകരം ഈ പറയുന്ന രീതിയിലുള്ള ആൻറ്റി ഓക്സിഡന്റ് കണ്ടന്റ് ഉള്ള ഈ പറയുന്ന ഹെർബ്സ് കൃത്യമായിട്ട് ആ വെള്ളത്തിൽ, പച്ചവെള്ളം കുടിക്കാൻ പറയുന്നതിനേക്കാളും ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ലത് എപ്പോഴും ഇതുപോലുള്ള കണ്ടന്റോട് കൂടിയിട്ടുള്ള വെള്ളം കഴിക്കുന്നതാണ്. നമുക്കറിയാം, ഗ്രാമ്പൂ ഇടാം, നെല്ലിക്ക ചെത്തിയിടാം, ഹോട്ട് സ്പൈസ് ഉണ്ടെങ്കിൽ അതിടാം. ജിഞ്ചർ വളരെ ഈസിയാണ്. മിന്റ് ഉപയോഗിച്ചിട്ടുള്ള വെള്ളം, ഓൾ സ്പേസിന്റെ ഇല ആയിരിക്കും അല്ലേ സാറേ? ആ ഹോട്ട് സ്പൈസിന്റെ ഇലയും തൊലിയൊക്കെ ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നു. തഴുതാമയിലിട. ഇതിനകത്ത് സ്വല്പമെങ്കിലും വില കൂടുതലുള്ള ഒരെണ്ണേ ഉള്ളൂ അല്ലേ? സാഫ്രോൺ, കുങ്കുമത്തിന് മാത്രമേ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഇവിടെ. ബാക്കി സാഫ്രോൺ എല്ലാം അല്ലാതെ ഇല്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയാൽ കാണുന്ന സാധനങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിന് ചുറ്റുമുണ്ട്. ഒരു പനിക്കൂർക്കയൊക്കെ നട്ട് കഴിഞ്ഞാൽ അത് കാട് പോലെയാവും. അതുപോലെ ഇതുണ്ട്, പിന്നെ പുനർനവ. പുനർനവ, അത് തന്നെ. യെസ്. ഇതുപോലെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന ലിസ്റ്റിലാണ്. ഇതെല്ലാം ഞാൻ ആദ്യം കണ്ട ആ കൃത്യമായിട്ട് ഈ ജേണലിൽ കൃത്യമായിട്ട് 3110 എന്തൊക്കെയാ പറയുന്നത്, ഫുഡ്സ്, ബീവറേജസ്, സ്പൈസസ്, ഹെർബ്സ് ആൻഡ് സപ്ലിമെന്റ്സ്. അത് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് എഴുതി 3000. അതിൽ നിന്ന് എടുത്ത ഒരു കണ്ടന്റാണ് ഞാനിത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഒരു ദിവസത്തിൽ എത്ര കഴിക്കാൻ പറ്റും നമ്മളെ പനിക്കൂർക്കന്റെ ഇലയൊക്കെ? പനിക്കൂർക്കയുടെ ഇലയൊന്നും ഒത്തിരി വേണ്ട, നമ്മൾ വെള്ളത്തിൽ ഉപയോഗിച്ചാൽ മതി. ഇതിന്റെ ഒത്തിരി കണ്ടന്റ് നമുക്ക് ആവശ്യമില്ല. പക്ഷെ ഇതിനെല്ലാം നമ്മൾ മാറി മാറി നമ്മളുടെ കുടിക്കുന്ന വെള്ളത്തിൽ, ചൂടുവെള്ളത്തിലേക്ക് പതുക്കെ ഒന്ന് 2-3 കഷ്ണം ചെത്തിയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിന്റെ കണ്ടന്റ് ഇതിനകത്ത് വന്നോളൂ. ഓക്കെ സർ. ഒത്തിരി ഒന്നും വേണ്ട, ഒത്തിരി കഴിക്കണ്ട. എല്ലാ ദിവസവും ഇത് കഴിക്കുന്നതും വേണ്ട, എല്ലാ ദിവസവും ഇത് കഴിക്കേണ്ട, മാറി മാറി കഴിക്കും. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റില് ഒരു ദിവസം, ഒരാഴ്ചയിൽ 7 ദിവസമല്ലേ ഉള്ളൂ. 7 ദിവസത്തിൽ കൂടുതലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്, വിലയില്ലാത്തത് മാത്രം. ഓക്കെ. ഇനി നമ്മൾ കരയാമ്പൂ, നമ്മൾ ഉപയോഗിക്കുന്ന കരയാമ്പൂ അല്ലെങ്കിൽ ഗ്രാമ്പൂ, ഈ പറയുന്ന നെല്ലിക്ക, അതുപോലെ തന്നെ എന്താ പറയുന്ന കുരുമുളക്, ഇതെല്ലാം നമ്മൾ മേശപ്പുറത്ത് വെച്ചേക്കും. ഒരു ചെറിയ പാത്രത്തിൽ മേശപ്പുറത്ത് വെക്കും. ആ മേശപ്പുറത്ത് നിന്ന് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഉണങ്ങിയ കുരുമുളകിന് ഈ പറയുന്ന പോലെ എരിവൊന്നുമില്ല. അതൊരു ശീലമാക്കിയാൽ മതി. അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് 2 എടുത്ത് വായിലിട്ടാൽ മതി. ഗ്രാമ്പൂ അതുപോലെ, ഗ്രാമ്പൂ കടിക്കരുതെന്നേ ഉള്ളൂ. ഗ്രാമ്പൂ കുറച്ചു നേരം വായിലിട്ടുമ്പോൾ അത് കറക്റ്റായിട്ട് അത് അലുത്ത് വരും. എന്താ സാറേ? Antioxidant content in mmol മില്ലിമോൾ പെർ 100 gram. millimole. വളരെ കുറച്ച് കണ്ടല്ലേ ഉള്ളൂ 100 ഗ്രാമില്. പക്ഷെ അതിന്റെ വാല്യൂ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ ഹെർബ്സിന്റെ അത് വളരെ കൂടുതലാണെന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ട ലിസ്റ്റില് 95.5 വൈറ്റമിൻ ഡയറ്ററി സപ്ലിമെന്റ്സ് നിന്നാണ് കിട്ടുന്നത്. പിന്നെ ഹെർബ് 91 എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ ഒരു ഡീറ്റെയിൽ പിക്ചറാണ് ഈ പറയുന്നത്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ അത് കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ, മഞ്ഞപ്പൊടി നമ്മൾ ഒരിക്കലും ഇടരുത്, മഞ്ഞളും തന്നെ നമ്മൾ നട്ടിട്ട് അതിനെ പറിച്ചെടുത്ത് പതുക്കെ ചൂടുവെള്ളത്തിലേക്ക് 2 സ്ലൈസോ 3 സ്ലൈസോ ഇട്ട് കഴിഞ്ഞാൽ നല്ല മനോഹരമായ മഞ്ഞ കളറായിട്ട് വരും. അതിനുപയോഗിക്കാം. അപ്പൊ ഈ രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്താൽ ഓക്കെ. അതന്നെയല്ലേ നമ്മളറിയാം, ജപ്പാനീസ് ഒക്കിനാവോയിലെ അല്ലേ ഐലൻഡിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ലോഞ്ചിവിറ്റി ഉള്ളത്. ഇവിടെ നമ്മൾ ഫ്രീ റാഡിക്കൽസ് നമുക്ക് തരുന്നത് ഏജിങ് ആണ്. അത് സെൽ ലെവലിലോ ഓർഗൻ ലെവലിലോ ഫുൾ ബോഡി ലെവലിലോ ഏജിങ് ഉണ്ടാക്കും. സെൽ ലെവലിൽ തുടങ്ങി ഓർഗൻ ലെവലിൽ ഉണ്ടാകും, അതിനുശേഷം ഫുൾ ബോഡി ലെവലിൽ ഉണ്ടാകും. അപ്പൊ ഇവിടെ 100ന് മുകളിൽ
വയസ്സിലേക്ക് ആരോഗ്യപരമായി സന്തോഷത്തോടെ വളരെ ഹാപ്പി ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുപയോഗിക്കുന്ന ഫുഡിൻ്റെ റെസിപ്പിയിൽ ഈ പറയുന്ന ലെസ് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഫുഡ് കോമ്പോസിഷനാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പറയാം ഹര ഹാച്ചിബു, നമ്മൾ പറയത്തില്ലേ ഒരു അരവയർ 80% ഫുള്ളാക്കാവുള്ളൂ, ബാക്കി പ്രോസസ്സ് നമ്മുടെ ശരീരത്തിന് കൊടുക്കുക, ഓവർലോഡ് ചെയ്യരുത്. മിതമായി ഭക്ഷിക്കുക, ഭക്ഷിക്കുന്നത് കൃത്യമായി ദഹിക്കാനുള്ള സമയം കൊടുക്കുക, കറക്റ്റായിട്ട് ഇൻ്റർവെൽ പാലിക്കുക. എപ്പോൾ കഴിച്ചാലും 80% കൂടുതൽ കഴിക്കരുത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 222% നമ്മൾ കഴിക്കുന്നത്. എന്നിട്ട് പിന്നെ നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ. സദ്യക്ക് പോകുമ്പോഴാ പ്രശ്നം. അതെ, ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, എങ്ങനെ പറ്റും? അത് തന്നെ സദ്യക്ക് പോകുമ്പോൾ മാത്രമല്ല സാർ, ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ഒരു ഹോട്ടലിൽ പോയി ഒരു ഫുഡ് കഴിച്ചാൽ ഒരു ഊണാ കഴിക്കുന്നതെന്ന് നിൽക്കൂ, രണ്ടാമത് ചോറ് മേടിക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം പൈസ കൊടുക്കുന്നതല്ലേ. ഇവിടെയൊക്കെ അപ്പൊ നമ്മൾ മനഃപൂർവ്വം നമ്മുടെ പണത്തെയാണ് സ്നേഹിക്കുന്നത്, മുതലാക്കണം അല്ലേ, പക്ഷെ നമ്മുടെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഫ്യൂവർ കലോറീസ് കുറഞ്ഞ ഫുഡ് നമ്മൾ പ്രിഫർ ചെയ്യുക. നമ്മൾ ഇതിന് ഫ്രീ റാഡിക്കൽസ് പറയുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് പപ്പായ. പപ്പായയിൽ വളരെ നല്ല ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ശരീരത്തിൽ എല്ലാ രീതിയിലും അത് ഗുണകരമാണ്. നമ്മുടെ തൊടികളിൽ അല്ല, ഇന്നൊക്കെ നമ്മൾ തൊടികളിൽ പോലും കപ്പളം ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. പലപ്പോഴും നമ്മൾ മാർക്കറ്റിൽ നിന്നാണ് കിട്ടുന്നത്, റെഡ് ലേഡി എന്നൊക്കെ പറഞ്ഞ പുതിയ കോമ്പിനേഷൻസ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് നമ്മളുടെ പഴയ നാട്ടിലുണ്ടായിരുന്ന പപ്പായയായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റുമോ? പക്ഷെ ഇന്ന് നാട്ടില് പപ്പായ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടാകത്തില്ല എന്നുള്ളത് സത്യമാണ്. അപ്പം ഇതെല്ലാം ഇങ്ങനെ അനേകം നമ്മുടെ ചുറ്റുമുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ആ ഒരു പ്രോബ്ലത്തെ നമുക്ക് കൃത്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ സെഷനിലൂടെ എനിക്ക് ഒരു അവയർനെസ്സിൻ്റെ ലെവലിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. താങ്ക് യു വെരി മച്ച്. നമ്മൾ ഇതിൻ്റെ അകത്ത് പറയാത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയും. ഗ്രാമിന്റെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയെ പറ്റി സാർ പറഞ്ഞല്ലോ. ആ, അപ്പൊ പട്ടയില്ലേ നമ്മളെ കറുവപ്പട്ട എന്ന് പറയാം, കറുവപ്പട്ട അത് യൂസ് ചെയ്താൽ മതിയോ പകരം? അല്ലെന്താ ഗ്രാമ്പു കിട്ടാനില്ലേ? അല്ല, ഇത് വീട്ടിലുണ്ടെങ്കിൽ പട്ടയുടെ മരം. ആ ഓക്കെ, ഇപ്പം ഒറിജിനൽ പട്ട നമ്മൾ മേടിക്കുന്ന പട്ട നമുക്കറിയാമല്ലോ, മലേഷ്യയിൽ നിന്ന് എവിടുന്നോ ചൈനയിൽ നിന്നൊക്കെ വരുന്ന മോശം പട്ടയാണെന്നുള്ള അറിഞ്ഞു. അത് ഒറിജിനൽ അല്ല, മണം മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ പ്രോബ്ലംസ് ആണ്, ഈ പറയുന്ന ഓക്സിഡേറ്റിംഗ് സ്ട്രെസ് സാധനങ്ങളെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പട്ട മരം നല്ലതാണ്. പക്ഷെ അത് അതിൻ്റെ കണ്ടന്റ് വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം, നമ്മൾ ആ പറഞ്ഞതിൻ്റെ അകത്തുണ്ട്, അത് നോക്കണം. കറുവപ്പട്ട അല്ലേ, കറുവപ്പട്ട. യെസ്, പ്രശ്നം ഉണ്ടാവില്ലേ? പറയും. ഫ്രീ റാഡിക്കൽ കുറഞ്ഞു പോയാൽ നമ്മുടെ സെല്ലിന്റെ പ്രോബ്ലം പറഞ്ഞോളൂ സാറേ. ഫ്രീ റാഡിക്കൽ കുറഞ്ഞു പോയാൽ അത് ശരീരത്തിന് ഹാനികരമല്ലേ? ഫ്രീ റാഡിക്കൽ തീരെ കുറയണ്ട, തീരെ ഓട്ടോമാറ്റിക് ഉണ്ടാവും. ബാലൻസ് ചെയ്തിരിക്കുന്നതാണ് അങ്ങനെയല്ല, നല്ലത്, ആരോഗ്യമുള്ളത്. ബാലൻസ് കുറയത്തില്ല, ചെയ്തിരിക്കുന്നതാണ് നല്ലത്. കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ വേണം അല്ലെ, മോഡറേറ്റ് ലെവലിൽ നമുക്ക് അത് വേണം അല്ലേ? വേണം. നമ്മളുടെ ബോഡിയുടെ വൂൺസ് ഒക്കെ മാറ്റാനും പെട്ടെന്നുള്ള ഗ്രോത്ത് കുറയ്ക്കാനും ഒക്കെ അത് ഉപയോഗിക്കാം. ഹെർബൽ കഴിച്ചാൽ ഉള്ള ഗുണം കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ബോഡി തന്നെ പുറന്തള്ളിക്കോളും. യെസ്, വാട്ടർ സോലബിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അതിനകത്ത്. വെള്ളത്തിലൂടെ അത് ഈസി ആയിട്ട് അങ്ങ് പൊക്കോളും. പിന്നെ സാർ ഒരു കാര്യം കൂടെ, നമ്മളിപ്പോ ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ മായമാണല്ലോ സർവ്വതിലും. അപ്പൊ അത് ആ ഒരു ദോഷം നമുക്ക് മാറ്റാനായിട്ട് ഇതിലെന്തെങ്കിലും കോമ്പിനേഷൻ അല്ലെങ്കിൽ അല്ല, ഇതെല്ലാം ഇപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം പ്യുവറായിട്ട് നമുക്ക് നമ്മുടെ തൊടികളിൽ കിട്ടുന്ന സാധനങ്ങളാണ്. ജാതി, ഇപ്പൊ ഉദാഹരണം നമ്മൾ മഞ്ഞൾ വാങ്ങിച്ചാൽ മഞ്ഞപ്പൊടിയാണ് കിട്ടുന്നത്, മഞ്ഞളായിരിക്കത്തില്ല. നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്തെടുക്കണം. മറ്റേ മഞ്ഞപ്പൊടി നല്ല ഒരു ചട്ടിക്കകത്ത് നമ്മൾ നമുക്കത് ഉപയോഗിക്കാം. 3-4 കുറച്ച് നമ്മൾ നട്ടു, അല്ലെങ്കിൽ നമ്മുടെ തൊടിയിൽ കുറച്ച് മഞ്ഞൾ നട്ടു, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഉണ്ടായിക്കോളും. പറിച്ചില്ലെങ്കിൽ വീണ്ടും ഉണ്ടാവും, പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, മഞ്ഞള് നമ്മളത് എന്താണ് പുഴുങ്ങിയിട്ടല്ലേ എടുക്കുന്നത്? നാച്ചുറലി നമ്മളിപ്പോ തൊടിയിലുണ്ടായാലും ആ പുഴുങ്ങിയെടുക്കുമ്പോ അതിന്റെ ന്യൂട്രിയൻസ് നഷ്ടപ്പെടുന്നു എന്നൊരു പോയിന്റ് ഞാൻ ഇവിടെ വായിച്ചു.
എത്രത്തോളം കറക്റ്റ് ആണ് അത്? അതായത് അങ്ങനെ അതിനകത്ത് അത് അങ്ങനെ പുഴുങ്ങി എടുക്കുന്നില്ലെങ്കിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. ആർക്കും അറിയാമോ? മഞ്ഞൾ പുഴുങ്ങി എടുക്കുന്നതിന് ഒരു കാരണമുണ്ട്. അതിൻ്റെ അകത്ത് സാറേ എന്തോ അത് ഒരു ചെറിയ പെട്ടെന്ന് toxin ഉണ്ടെന്നാണ്. എന്റെ കുക്കുമിൻ എന്തോ ദോഷാണെന്ന് പറഞ്ഞിട്ട് നല്ലതാണെന്ന് ഇപ്പം പറയുന്നുണ്ട്. കുർക്കുമിൻ കാണാൻ അതിന്റെ കണ്ടന്റ്, പക്ഷെ അതിനകത്ത് എന്തോ ഒരു ടോക്സിസിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അല്ല. വേണേ നമുക്ക് അല്ല സാർ, ടോക്സിസിറ്റി അല്ല, അത് പെട്ടെന്ന് പൂപ്പലടിക്കാൻ സാധ്യതയുണ്ട് ഈർപ്പം വന്നാൽ. അതേ ഉള്ളൂ. ശരി ശരി ശരി. ഇപ്പൊ നമ്മൾ കൂടുതൽ ഉണക്കി പൊടിപ്പിക്കണമെന്ന് മാത്രം. പച്ചമഞ്ഞൾ പുഴുങ്ങാതെ തന്നെ പൊടിച്ചെടുക്കാം, അത് നല്ലതുമാണ്. പക്ഷെ പുഴുവെടുക്കും. പെട്ടെന്ന് പൂപ്പലയാക്കാതിരിക്കാൻ സഹായിക്കാൻ ഉണക്കി ഇരിക്കണമെന്ന് മാത്രം. യെസ്, അതാണ് അതിന്റെ സ്റ്റോറേജ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് സാറേ പുഴുങ്ങുന്നത്. എന്താ സാറേ? സ്റ്റോറേജ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് പുഴുങ്ങുന്നത്. കൂടുതൽ കാലം നിലനിൽക്കാൻ വേണ്ടി. പ്രിസർവേഷൻ ഫംഗസ് അടിക്കും, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഫംഗസ് ഉണ്ടാവും. അതാണ് ഫംഗസ് ഉണ്ടാവും. ഒന്ന് പിടിക്കുകയാണോ? ഹെൽമെറ്റ് ഇല്ലാത്തവരെ പിടിക്കുന്നുണ്ടോ? സാറേ, ഈ ആന്റി ഓക്സിഡൻസ് കൂടുതൽ പിടിക്കുക ചെയ്താലും കുഴപ്പമില്ല. അതിന്റെ ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അല്ലേ ഇത് വരാൻ പാടുള്ളൂ. അതെ അതെ, ഒരു പരിധിയിൽ കൂടാൻ പാടില്ല. പക്ഷേ നോർമലി നമ്മുടെ ആന്റി ഓക്സിഡന്റ് ഫ്രീ റാഡിക്കൽസിന്റെ എണ്ണം നാച്ചുറലി ഇപ്പോഴത്തെ ഈ ഫ്രീ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അത് കൂടി വരിക. അപ്പോൾ ആന്റി ഓക്സിഡന്റ് കണ്ടന്റ് എപ്പോഴും നമുക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇന്ന് നമ്മൾ അതിന് വേണ്ടി സപ്ലിമെന്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് നമ്മളുടെ തൊടിയിലുള്ള ഈ ഹെർബ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അതിന് ബാലൻസ് ചെയ്യാം. പക്ഷെ ഒത്തിരി ആകാൻ പാടില്ല. ഒത്തിരി ആയി കഴിഞ്ഞാൽ പ്രശ്നമാണെന്നറിയില്ല. അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ ഒത്തിരി വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വെള്ളത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരേ ദിവസം ഒരേ സാധനം തന്നെ എല്ലാ 7 ദിവസം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മൾ ഓൾട്ടർനേറ്റ് കൊടുക്കുക. കരിഞ്ജീരകം എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള ഇതൊക്കെ എടുത്ത് വെള്ളം കുടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഈ പറയുന്ന പ്രോപ്പർട്ടീസ് കിട്ടും. എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അതിൽ കൂടുതൽ ഉയർന്ന സാറേ യെസ് കരിഞ്ജീരകത്തില് കരിഞ്ജീരകം പെരിഞ്ജീരകം ഒക്കെ വെച്ച് വെള്ളം കൊടുക്കുന്നില്ല. മല്ലി ഒക്കെ ഉപയോഗിച്ച് വെള്ളം കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം ഈ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ പ്രോപ്പർട്ടി കണ്ടന്റ് കൂടുതലുള്ള കുറച്ച് എണ്ണത്തിന്റെ പേര് പറഞ്ഞു. അതൊക്കെ തന്നെ നാച്ചുറലായിട്ടും നമുക്ക് മല്ലി ഇതൊന്നും നമുക്ക് കിട്ടില്ലല്ലോ. അതെല്ലാം നമ്മൾ എവിടെ നിന്നൊക്കെ കൊണ്ടുവരണ്ട അതിൻ്റെ അകത്ത്. പക്ഷെ നമുക്ക് ഇഞ്ചി, ഒരു പരിധി വരെ ഈ പറയുന്ന മഞ്ഞള്, കുരുമുളക്, ഗ്രാമ്പുമൊക്കെ നമുക്ക് സുലഭമാണ് ഇവിടെ. ജാതിക്ക, ഇതെല്ലാം നമുക്ക് നമ്മളുടെ ചുറ്റും നിന്ന് തന്നെ നമുക്ക് കിട്ടും. പ്രിസർവ് ചെയ്യാം, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പം അതിലൂടെ ഈ പ്രോപ്പർട്ടി നമുക്ക് കൃത്യമായിട്ട് ഒറിജിനൽ പ്യുവർ ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സാറേ, പട്ടയില ഇതുപോലെ തന്നെ ആയിരിക്കില്ല, ആന്റി ഓക്സിഡന്റ് പട്ട നല്ലതാണ്. യെസ്, തീർച്ചയായും. എനിക്ക് തോന്നുന്നു അതിന്റെ കണ്ടന്റിന്റെ ആ വാല്യൂ ഇതിനകത്തുണ്ട്. ഞാൻ വേണം നോക്കിയിട്ട് പറയാം. എല്ലാ 3100 തരത്തിലുള്ള ഇങ്ങനെയുള്ള ഫുഡിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതെല്ലാം പറയുന്നുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അതിന്റെ വളരെ മനോഹരമായ ഒരു ആർട്ടിക്കിളാണത്. നാഷണൽ ഹെൽത്ത് മിഷന്റെ പാർട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്തത്. വേറെ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ തൊടികളിലുള്ളത് ഇതല്ലാതെ നമ്മളുടെ പഴയ അറിവുകൾ അനുസരിച്ച്? അത് തഴുതാമയുണ്ട്. അത് ശരീരത്തിലുള്ള ഇൻഫ്ലമേഷനും മാറും, കിഡ്നിയുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തും. തഴുതാമയാ? തഴുതാമ, പുനർനവ അതിന്റെ പേര് തന്നെ. ആയുർവേദത്തില് പുനർനവ, ശരീരത്തെ പുനർനവീകരിക്കുന്നത്. പദ്ര, ചെറുകുള, അത് കിഡ്നിയുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തും. ഭദ്രമാക്കുന്നത് ശരീരത്തിനെ. ചെറുകുള അത് നല്ലതാണ്. ഈ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിന് പ്രത്യേക തരത്തിലുള്ള ഔഷധങ്ങൾ, ഇപ്പൊ നമ്മള് മുക്കുറ്റി എന്നൊക്കെ പറയത്തില്ലേ, ക്യാൻസർ സെൽസിനെയൊക്കെ കളയാൻ വേണ്ടി. ഒരു പക്ഷെ നിങ്ങള് ഒരു സ്വാമി, അസന്റെ പേരെന്താണ്, ഇങ്ങനത്തെ ആയുർവേദ ഔഷധങ്ങളെ കുറിച്ച് വളരെ നിർമ്മലാനന്ദഗിരി എന്ന് പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കൂ. ഈ പറയുന്ന ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ദൂരം ആയിരക്കണക്കിന് വീഡിയോസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഓരോ തരത്തിലുള്ള രോഗങ്ങൾക്കും പറ്റിയ രീതിയിലുള്ള ഈ പറയുന്ന ഹെർബ്സിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒത്തിരി ഉണ്ട്, ഒത്തിരി കണ്ടിട്ട് നമ്മളത് ഇഷ്ടപ്പെട്ട് കേട്ട് തുടങ്ങി പിന്നെ ഒരിക്കലും നമ്മളത് നിർത്തത്തില്ല. ശുദ്ധവൻ ഡോക്ടർ എന്തോ പറയാൻ വന്നു? യെസ്,
ഷാജി സാർ എന്തെങ്കിലും കണ്ടന്റ് പറയാമോ? ഈ പറഞ്ഞ പോലെ ഈ നെല്ലിക്ക അല്ലെ അമ്ല ആയുർവേദത്തിന്റെ ഒരു അടിസ്ഥാന സാധനമാണല്ലോ. അപ്പൊ അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഇപ്പൊ ഈ മഞ്ഞൾ അല്ലെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ വളർത്തുന്ന മുള്ളാത്തേന്ന് പറയുന്ന മുള്ളാത്തേന്ന് പറഞ്ഞ ഒരു സീസൺ, അത് ക്യാൻസറിനെ പ്രതിരോധിക്കുമെന്ന് പറയാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വെള്ളം തിളക്കുമ്പോൾ ഇഞ്ചി അല്ലെങ്കിൽ പതിമുഖമൊക്കെ അല്ലെ വെള്ളം തിളപ്പിക്കുന്നതിന് ഈ ഇഞ്ചി ഇത് കൂട്ടം എന്താ പറയാ പതിമുഖം അല്ലെങ്കിൽ ജീരകമൊക്കെ ഇടുന്നതിന്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഗ്രാമ്പൂ അല്ലെങ്കിൽ നെല്ലിക്ക അല്ലെങ്കിൽ ജിഞ്ചർ, മിന്റ്, പനിക്കൂർക്ക, ഇങ്ങനെ മാറി മാറി സാർ പറഞ്ഞ പോലെ ഓരോ ദിവസവും ഓരോന്ന് ഇപ്പൊ കിട്ടിയ ഇപ്പം സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ. അപ്പൊ അത് ഓരോ ദിവസവും ഒന്ന് പരീക്ഷിക്കുന്ന നല്ലതാണ് ചെറിയ അളവില്. അതുപോലെ ഈ പറഞ്ഞ തഴുതാമ എന്ന് പറയുന്ന ശരീരത്തെ പുതുക്കി പണിയാൻ കഴിവുള്ള ഒരു തരത്തുള്ളതാന്ന് പറയുന്നത്. ഈ പറഞ്ഞ സാറ് പറഞ്ഞ പോലെ ചെറുളയൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ, അതുപോലെ നമുക്ക് ഓൾ സ്പൈസ് സർവ്വസുഗന്ധി നമുക്ക് ഇഷ്ടംമാതിരി ഉണ്ട്. ഞാനാണെങ്കിൽ കപ്പളം ഒത്തിരി 10 രൂപ നട്ടുവെച്ചിട്ടുണ്ട്. അപ്പം എനിവേ ആ രീതിക്കുള്ള ആന്റി ഓക്സിഡന്റിന്റെ പറ്റിയുള്ള സാറിന്റെ ഈ ക്ലാസ് ആ രീതിക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ മിക്കവാറും കപ്പളങ്ങയാണ് ഉപയോഗിക്കുന്നത്, പപ്പായയാണ് ഉപയോഗിക്കുന്നത്. ആരും ഉപയോഗിക്കത്തില്ല. ഞാൻ നാടൻ തന്നെ ഒട്ടും ഒരു 10-20 എണ്ണം എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി കിട്ടണ്ടേ, അതിനുവേണ്ടി നമ്മൾ അത്രയും നട്ട് വളർത്തിയിട്ടുണ്ട്. ഞാൻ പച്ച കിട്ടുന്നത് വാങ്ങിച്ച് തോരൻ വെച്ച് കഴിക്കും, അല്ലാതെ പച്ചക്കും കഴിക്കും, പഴുത്തതും കഴിക്കും, എല്ലാം കഴിക്കും. അതെ, നമ്മളുടെ ഭക്ഷണത്തിന്റെ ക്രമത്തിൽ നമ്മൾ പറയുന്നത് രാവിലെ നമ്മൾ ഫ്രൂട്ട് കഴിക്കണം, അതിനുശേഷം നമ്മൾ വെജിറ്റബിൾസ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഇത്രയും മതി, നമുക്ക് നിയന്ത്രിച്ച് പോകാൻ പറ്റുമെങ്കിൽ അത് ധാരാളം മതി. പിന്നെ വേണമെങ്കിൽ ഒരു മുട്ടായി കഴിക്കാമെന്ന് പറയും. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചത്തെ ലഞ്ചിൻ്റെ ടൈമായി. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 88% മിനിമം അവിടെ നമ്മൾ കൂടുതൽ ഇലക്കറികളൊക്കെ കൂടുതൽ ഉപയോഗിക്കുക, മാംസങ്ങളൊക്കെ ഉപയോഗിക്കുക, അത് ഉപയോഗിക്കുക. വൈകുന്നേരം ഇതേപോലെ തന്നെ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആ സ്ട്രക്ചർ അങ്ങ് മാറും, ഈ പറയുന്ന സ്കാവഞ്ചിങ് ഒക്കെ വളരെ ഈസി ആവും. അപ്പം അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാണുമ്പോൾ ഇച്ചിരി വണ്ണക്കുറവൊക്കെ നമുക്ക് ഫീൽ ചെയ്താലും ശരീരം നല്ല റിജിഡ് ആയിരിക്കും. ഈ പറയുന്ന രീതിയിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ പ്രോസസ്സൊക്കെ നടക്കും, അസുഖങ്ങൾ പൊതുവെ വരും. നമ്മൾ സ്ഥിരം കൂടുതൽ ഉപയോഗിക്കുന്ന അരി അങ്ങ് കുറയ്ക്കുക. സ്ഥിരം കൂടുതൽ ഉപയോഗിക്കുന്ന അരി, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. നമ്മൾ 3 നേരമൊക്കെ അല്ല അരി കഴിക്കുന്നത്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ അരി ഉപയോഗിക്കും. അവിടെ നമ്മൾ ഈ ഫ്രൂട്ട്സ് പ്ലസ് വെജിറ്റബിൾസ് ആക്കും. അപ്പം ചിലപ്പം ഈ അത്രയ്ക്കും പഴുക്കാത്ത പപ്പായൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതുപോലെ ഏതെങ്കിലുമൊക്കെ ഏത്തപ്പഴം ഉപയോഗിക്കാം. അപ്പം അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാം. പിന്നെ ശാരീരികമായിട്ട് ഒത്തിരി അധ്വാനമുള്ളവർക്ക് അത് അത്ര ഈസി അല്ല. അപ്പോൾ അവർ അതനുസരിച്ച് ബാലൻസ് ചെയ്തോളൂ. ഇനി നമ്മളൊരു കുറച്ച് നാളൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരം സമ്മതിക്കാൻ തുടങ്ങും, കുഴപ്പമില്ല ഇത് മതിയെന്ന്. അല്ലെങ്കിൽ നമുക്ക് വിശപ്പായി ഛർദിൽ വരും. അധികം പഴുക്കാത്ത വാഴപ്പഴം നല്ലതാണ്. അതെ, പിന്നെ സ്റ്റാർച്ചിന്റെ കണ്ടന്റ് ഉണ്ട്, ഫൈബർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ നമ്മളുടെ ബോഡിക്ക് ഇണങ്ങുന്ന എന്താണെന്ന് നമ്മളൊന്ന് ജോർജ് സാറേ പറയും. സാറേ താങ്ക് യു സാർ. സാറേ വെളുത്തുള്ളി മറ്റൊന്ന് വാഴയുടെ കൂമ്പ്, പിണ്ടി, അതൊക്കെ നല്ല സപ്ലിമെന്റ് ചേർക്കാൻ പറ്റിയതാണെന്ന് തോന്നുന്നു. തീർച്ചയായും വെളുത്തുള്ളി വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാഴയുടെ കൂമ്പ് നല്ലതാണ്, വാഴപ്പിണ്ടി നല്ല. പണ്ടൊക്കെ വാഴക്കണ്ണ് തിന്നുമായിരുന്നു, വാഴയുടെ മാങ്ങ ചോട്ടിലുള്ള വിത്ത്. പക്ഷെ ഇപ്പൊ അത് കിട്ടാറില്ല, കാണാറില്ല. ഉപയോഗിക്കുന്നതുകൊണ്ട് പേടിയുമാണ്. അതുപോലെ തന്നെ ഈവനിങ്ങിൽ ഫുഡില് നമ്മൾ ചോറിന് പകരം കാച്ചിൽ, ചേമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആക്കിയാലോ? ഞാൻ കഴിക്കത്തുമില്ല, കാരണം വലിയ രുചിയില്ലല്ലോ, കാരണം അത് കഴിക്കത്തുമില്ല. സാറേ, ഈ ഭൂമിക്ക് അടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്ന ഏത് സാഹചര്യത്തില? അത് എനിക്കറിയാം. അത് ഇപ്പോഴും രാസവളങ്ങൾ ഒരുപാട് ചെയ്യുന്നത് കൊണ്ട് അത് കുറയ്ക്കുന്നത് നല്ലതാണെന്ന്. അതിൻ്റെ അകത്ത് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിലെല്ലാം സാറേ കൂടുതലുള്ളത് സ്റ്റാർച്ച് അല്ലേ, കാർബോഹൈഡ്രേറ്റ്സ് അല്ലേ. കപ്പയൊക്കെ കപ്പ കൂടുതൽ കഴിക്കത്തില്ലെന്ന് പറയത്തില്ല. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് ഇപ്പൊ എല്ലാവർക്കും ആർക്കാണ് ഷുഗർ ഇല്ലാത്ത, അപ്പൊ അതുകൊണ്ട് അതൊരു പ്രിവെൻഷൻ ആയിട്ട് നമ്മൾ എടുക്കും.
അതായിരിക്കും ഇത്. കാർബോഹൈഡ്രേറ്റ്സും കറിയായിട്ട് പിന്നെ കഴിക്കുക, കറിയായിട്ട് ഗ്യാസ് കഴിക്കുക. കൂടുതലുണ്ടാകും സാറേ. ഒരുവിധ ആൾക്കാർക്ക് ഗ്യാസിന്റെ ശല്യം ഉണ്ടാവും. ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാവും. ഉരുളക്കിഴങ്ങ് പ്രോബ്ലം ഉള്ള ആൾക്കാരും മണ്ണിന്റെ അടിയിലുള്ളത് കഴിക്കരുത് എന്ന് പറയും. എന്താണ് കാരണം മാം? എന്താണ് കാരണം? തൈറോയിഡിന്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർ. യെസ് യെസ്, ഗ്യാസ് ഒരു പ്രോബ്ലമാണ്. പൊതുവെ ഗ്യാസിന്റെ ഒരു ശല്യം ഇപ്പോൾ ഉണ്ട്. പക്ഷെ കിഴങ്ങ് വർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലത് തന്നെ സാറേ. കുറേശ്ശെ തീർച്ചയായും വേണം സാറേ, വേണമെന്നല്ല, തീർച്ചയായും വേണം. വെളുത്തുള്ളി കുരുമുളകും ആഹാരത്തിൽ കൂടുതൽ ചേർത്താൽ ഗ്യാസ് ട്രബിൾ ഉണ്ടാവും. വെളുത്തുള്ളിയും കുരുമുളകും കൂടുതൽ ചേർത്താൽ മതി. ശരീരത്തെ നിലനിർത്തുന്നത് കാർബോഹൈഡ്രേറ്റ് അല്ലേ? അപ്പൊ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ എടുത്തോളുക. പിന്നെ സാറേ കാപ്പിന് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. നല്ല ടേസ്റ്റ്, തേങ്ങയെല്ലാം ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവർക്കും ഇല്ല, 1-2 പേർക്കൊക്കെ ഉള്ളൂ. പൊതുവെ കുറവാന്ന്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഗുണങ്ങളുള്ള ഇപ്പൊ ചക്കയല്ലേ സാറേ പറയുന്നത്? ചക്ക. തീർച്ചയായും ചക്ക. പക്ഷെ പിന്നെ അത് ഈ സീസണല്ല സാറേ, അത് സീസണലല്ലേ. മധുരക്കിഴങ്ങും ഈ ചേനയൊക്കെ അല്ലെ പല രീതിക്ക് നല്ലതാണ്. ചേന, ചേമ്പ്, കാച്ചില് ഇതൊക്കെ ഭയങ്കര ഗുണമുള്ളതാണ്. ഈ പറയുന്ന ഗ്യാസ് ഇഫക്റ്റ് ഒക്കെ കുറവാണ്. കപ്പയുടെ അത്ര ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, ഉരുളക്കിഴങ്ങ് പോലെയൊക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യുന്നതല്ല. വൈകുന്നേരം ഉരുളക്കിഴങ്ങല്ല, കാച്ചില്, ചേന, ചേമ്പ് ഇതൊക്കെ ആക്കുക. ഉച്ച സമയത്ത് തീർച്ചയായിട്ടും ചോറ് കഴിക്കാം, കുഴപ്പമില്ല. രാവിലെ നമ്മൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. അപ്പോൾ എൻ്റെ പുതിയ ഇതനുസരിച്ച് ന്യൂ ഇയറിൽ ഞാനിനി വൈകുന്നേരം കാച്ചിൽ, ചേമ്പ് ഇതൊക്കെ ഉപയോഗിക്കാൻ പോകും. ചോറിൻ്റെ അളവൊക്കെ കുറയ്ക്കാം. അപ്പോൾ അതിനല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. അത് ഒത്തിരി കറികളുടെ ആവശ്യമില്ല. ഏതായാലും സാറിന്റെ ക്ലാസ് കൊണ്ട് ഈ ഫ്രീ റാഡിക്കൽസിന്റെ വർധനവ് പ്രശ്നമാകുന്നു. അതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് അത് റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ള ഒരു ഇത് നമുക്കുണ്ടായി. കാരണം പലരും പലതും പറയുമെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതാണ് കാരണം എന്ന് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. പക്ഷേ എന്തുമാത്രം ഇത് പ്രാക്ടിക്കലി ആക്കാൻ പറ്റുമെന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ മോഡേൺ ലൈഫിൽ ഈ ഫേക്ക് ഫുഡ്സുകളൊക്കെ ഭയങ്കര പ്രിയപ്പെട്ടതായി വന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞാല് അതൊക്കെ വെറുതെ ഇരിക്കട്ടെന്ന് പറയും. അത്രേ ഉള്ളൂ. റെഗുലർ ആക്കാതിരുന്നാൽ മതി. അത് റെഗുലർ അത് കഴിക്കണം. നമ്മൾ ഹോട്ടലിൽ പോയി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോയി നമ്മൾ കഴിച്ചെന്ന് വെച്ചതൊന്നും ഒരു കുഴപ്പമില്ല. അതെ, പിന്നെ എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കുറെ ആൾക്കാർ അതൊക്കെ ഫോളോ ചെയ്യാന്ന് പറയുന്നത്. ഏതായാലും ഇത് ജനറൽ ആയിട്ട് ഒരു ഐഡിയ കിട്ടുന്നതിന് റെയർ ഓപ്പർച്യൂണിറ്റിയാണ് സാറ് ഇവിടെ ഉണ്ടാക്കി തന്നത്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ഭക്ഷണത്തിന് നമ്മളൊരു പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നേരത്തെ ഫുഡ് നമ്മൾ സ്കിപ്പ് ചെയ്യണം. ഇപ്പോൾ വൈകുന്നേരത്തെ ഫുഡിന് പോയാൽ ഉച്ചത്തെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടേ പോകാം. വെള്ളം കുടിക്കുക, വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് സ്കിപ്പ് ചെയ്യുക. അതുപോലെ ഉച്ചത്തെ ആണെങ്കിൽ വൈകുന്നേരം നമ്മൾ സ്കിപ്പ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ബോഡി അത് മാനേജ് ചെയ്തോളും. പിന്നെ ഇത് നമ്മൾ വീട്ടിലൂടെ പഠിക്കുക, മനസ്സിലാക്കി വെക്കണം. എന്നാലേ പ്രയോജനമുള്ളത്. നമ്മൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബബലം ഉണ്ടാവില്ലേ? അല്ല, കുടുംബബലം ആദ്യം കുറച്ചാളുണ്ടാവുള്ളൂ, അത് കഴിയുമ്പോൾ വിട്ടോളും. സാറേ, ഉണ്ടാക്കി തരാൻ പറയുമ്പോഴാണ് കുടുംബകലം ഉണ്ടാകുന്നത്. അല്ലാതെ വേണ്ടെന്ന് പറയുമ്പോൾ കുടുംബകലം ഒന്നും ഉണ്ടാകത്തില്ല. വേണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷമല്ലേ? അല്ല, ഇതുണ്ടാക്കത്തില്ലല്ലോ, അവരൊക്കെയുള്ളത് ഉണ്ടാക്കത്തില്ല. നമ്മൾ മറ്റുള്ളവർക്ക് വീട്ടിൽ ഇതേ ഉണ്ടാക്കാവുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. സാർ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സ്വല്പമൊക്കെ പാചകം ചെയ്യുന്നത് തെറ്റുണ്ടോ? അല്ല, ഇന്നത്തെ സാബു സാറിന്റെ ക്ലാസ്സിൽ നമുക്ക് ആന്റി ഓക്സിഡന്റുകൾ നമുക്ക് സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലും പരിസരത്തുമുള്ള ധാരാളം സാധനങ്ങൾ ഗ്രാജുവലായിട്ട് കുറേശ്ശെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള ആ ഒരു രീതി, ഒരു പ്രാക്ടിക്കൽ സൈഡാണ് സാർ നമുക്ക് പറഞ്ഞു തന്നത്. വളരെ സന്തോഷമുണ്ട് സാർ. നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. വീട്ടിൽ ഇതൊക്കെ ഉള്ളതാണ്. കുറേശ്ശെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഗുണം സാറ് പ്രത്യേകം പറഞ്ഞു തന്നു. അതിന്റെ ആവശ്യകതയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് ആഴ്ചയിൽ ഒരു 3 ദിവസം സാറേ, ആഴ്ചയിൽ ഒരു 3 ദിവസം നിർബന്ധമാക്കി എടുത്താൽ മതി. ബാക്കി ദിവസം എന്തുവേണം കഴിച്ചു മതി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേടൊന്നും വേണ്ട. നമ്മൾ അങ്ങനെ എങ്ങനെയാണെന്ന് പറയണം, എല്ലാം കഴിക്കാം. പക്ഷെ എന്നാലും നമ്മുടെ ബോഡിക്ക് റീകണ്ടീഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കണം. ശരിക്കും പറഞ്ഞാൽ സാറിന്റെ ക്ലാസ് കൊണ്ട് പല സാധനങ്ങൾക്ക് ഇനി ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടണം. നമുക്ക് കണ്ടന്റ് കൂടെ നോക്കാം. ഒരു തവണ എത്രമാത്രം കഴിക്കാൻ പറ്റുന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് സ്റ്റഡി നടത്താം. അല്ല സാറേ, പണ്ട് ഇതിനെ പറ്റി ഇങ്ങനെ നെല്ലിക്കൊക്കെ നല്ലതാണ്, നെല്ലിക്കന്റെ ജ്യൂസ് കഴിച്ചിട്ട് പലരെയും കിഡ്നി അടിച്ചു പോയിട്ടുണ്ട്. അത് അശാസ്ത്രീയമായിട്ട് കഴിച്ചിട്ട് കൂടുതൽ കഴിച്ചിട്ട് അത് ഓവറായിട്ട് കഴിക്കുക. അത് നാടൻ നെല്ലിക്ക കഴിക്കാതെ നാടൻ നെല്ലിക്ക കഴിക്കണം. നാടൻ നെല്ലിക്ക അല്ല,
അതിന്റെ ഉത്തരവ് സാബു സാറിന് ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ഓക്സിഡൻസും മറ്റേ ഫ്രീ റാഡിക്കൽസും തമ്മിൽ ബാലൻസ് ചെയ്യണം. അതൊരു കാരണവശാലും കടന്നു പോരുതെന്ന് സാറ് പറഞ്ഞിരിക്കുന്നു ഇല്ലേ? അതെ, ബാലൻസ്ഡ് ആയിരിക്കണം. എന്നുവെച്ചാൽ ഫ്രീ റാഡിക്കൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. അത് നമ്മൾ എത്ര ഓക്കെ. നിയന്ത്രിച്ചാലും ഉണ്ടാകാതിരിക്കത്തില്ല. അപ്പൊ അത് നമ്മൾ അതിന്റെ ആ ഇതിനെ നമ്മൾ ഈ ഫുഡിന്റെ ഈ പറഞ്ഞ പ്രോസസ്സ് കൊണ്ട് ബാലൻസ് ചെയ്യും. അപ്പോൾ തീരെ നമ്മൾ എപ്പോഴും അൺസാച്ചുറേറ്റഡ് ഫുഡ്സ് ആണ് കഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബേക്കറി ഫുഡ്സ് മാത്രം കഴിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഫ്രീ റാഡിക്കൽസിന്റെ സാധ്യത വളരെ കൂടുതലാണ്. പൊരിച്ചത്, വറുത്തത്, റിപ്പീറ്റഡ് ആയിട്ടുള്ള എണ്ണയിൽ ഉപയോഗിക്കുന്നത്. കാരണം അവിടെയെല്ലാം ഈ അൺസാച്ചുറേറ്റഡ് കോൺസെപ്റ്റുകൾ ഒത്തിരി ഉണ്ട് അല്ലെ. ബേക്കറി ഫുഡ് എന്ത് കഴിച്ചാലും അതിനകത്ത് ഈ കണ്ടീഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫ്രീ റാഡിക്കൽസിന് ബാലൻസ് തെറ്റും. അതാണ് ശരീരം പല രീതിയിലുള്ള രോഗങ്ങളിലേക്ക് പോകാനുള്ള കാരണം. അതാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ബാലൻസ് ചെയ്യാൻ നമ്മൾ ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെർബ്സിന്റെ കണ്ടന്റുകൾ ഉള്ള ഫുഡിന്റെ സ്റ്റൈലും കൂടെ ബാലൻസ് ചെയ്ത് ഉപയോഗിക്കുക. സാറേ തുളസിയില നല്ലതല്ലേ അല്ലേ? തീർച്ചയായും തീർച്ചയായും തുളസി ബെസ്റ്റ് ആണ്. എന്താ സാറേ, സാറിന്റെ ക്ലാസ് എന്നും വളരെ വളരെ ഇൻസൈറ്റ് തരുന്നതാണ്. നല്ലൊരു അവയർനെസ് ആണ്. കാരണം നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ അതായത് വെള്ളം മാത്രം രാത്രി ഇട്ട് വെച്ചിട്ട് രാവിലെ വെള്ളം മാത്രമേ കുടിക്കാവൂ. അതിന് കൂടുതൽ കഴിച്ചുകൂടാ. പീനകളാണ് ഇത് തന്നെയല്ല, ഈ വെള്ളത്തിൽ ഉണ്ടാകുന്ന അസിഡിറ്റിയെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. നമ്മൾക്ക് എപ്പോഴും ഒരു ആൽക്കലൈൻ വാട്ടറാണ് നമുക്ക് ആവശ്യമുള്ളത്. പക്ഷെ നമ്മൾ കഴിക്കുന്ന വെള്ളം പലപ്പോഴും അസിഡിക്കാണ്. ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ കൊക്കോകോള, ഇങ്ങനെയുള്ള ബിവറേജസ് എല്ലാം തന്നെ അസിഡിക് നേച്ചറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അതിൽ നിന്ന് നമ്മൾ വെള്ളം, പ്യുവർ വെള്ളവും ചിലപ്പോൾ ഒരു അസിഡിക് നേച്ചർ ഉണ്ടാകാം. ആ അസിഡിക് നേച്ചർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്യുവർ വെള്ളം മൺകലത്തിൽ സൂക്ഷിച്ച് വെക്കാൻ പറയും. മൺകലത്തിൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കാണും, മൺകലത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ ചെറിയ പൂപ്പൽ പോലെ വരും. പൂപ്പൽ വരുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് മൺകലം ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടമായിപ്പോൾ. പക്ഷെ അത് എന്ത് പറഞ്ഞാലും അകത്തെ വാട്ടറിന് കണ്ടന്റ് പ്രശ്നം. അത് നമ്മളെ വാട്ടർ ആൽക്കലൈനാക്കി മാറ്റും മൺകലത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഏത് വാട്ടറിനെയും എന്ന് വെച്ചാൽ നമ്മൾ കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, ഇപ്പോൾ നമ്മൾ പുഴയിൽ കൂടെ പോയ വെള്ളത്തിനൊക്കെ ഉള്ള ബാക്ടീരിയൽ ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അല്ലാതെ ഒരു നാച്ചുറൽ കിണറ്റിൽ നിന്നൊക്കെ കോരിയെടുക്കുന്ന വെള്ളം വളരെ പ്യുവറാണെന്ന് നമ്മൾ പറയുന്നത്. അത് ആൽക്കലൈൻ ആണെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ആൽക്കലൈൻ ആണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ അതിൻ്റെ ആൽക്കലൈൻ കണ്ടന്റ് കുറവായിരിക്കും. അപ്പോൾ അതിനെ ആൽക്കലൈനിലാക്കാൻ വേണ്ടി മണ്ണുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുക. അതാണ് മൺകലത്തിലൂടെ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. കറികൾ വെക്കുമ്പോൾ മൺകലം ഉപയോഗിക്കുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള പഴയ കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ മൺകലം ഉപയോഗിച്ചിരുന്നതിൻ്റെയൊക്കെ കാരണം അതാണ്. പക്ഷെ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പാടാണ്. ഇന്നത്തെ ആ സ്റ്റൈൽ അനുസരിച്ച് പറ്റത്തില്ല എന്നൊക്കെ തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ പുതിയ പുതിയ വേർഷനിലേക്ക് പോകുന്നത്. അലുമിനിയവും സ്റ്റീലും ഒക്കെ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞാൽ പ്യുവർ സ്റ്റീൽ. കേരളത്തിലെ നാച്ചുറൽ വാട്ടർ എപ്പോഴും അല്പം അസിഡിക് ആയിരിക്കും. അസിഡിക് ആകാൻ സാധ്യതയുണ്ട്. അസിഡിറ്റി ഒക്കെ കുറയ്ക്കാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 4.5 ഓഫ് 5-ന് താഴെ ഉണ്ടാവും. 7 അല്ലേ സർ? 7 ന്യൂട്രലാണ്. 7ലേക്ക് താഴെ പോകുമ്പോൾ അസിഡിറ്റി വരും. 7 മോളിൽ വരും. 7.2. 7 മോളിലും വരണ്ട. മോളിൽ വന്നാൽ ആൽക്കലൈനായി. ഒരു 6.5 7.5-ന് ഇടയ്ക്ക് എന്ന് കഴിഞ്ഞാൽ വലിയ ദോഷമില്ല. പക്ഷെ കേരളത്തിലെ നാച്ചുറൽ വാട്ടർ മിക്കവാറും 6.5-ന് താഴെ ആയിരിക്കും. ദാറ്റ് മീൻസ് അസിഡിറ്റി ആയിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ഒക്കെ അല്ലേ, കെമിക്കൽസ്, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ നാച്ചുറൽ അതിൻ്റെ ക്വാളിറ്റി കുറയും. ഗ്രൗണ്ട് വാട്ടർ ഒക്കെ പൊല്യൂട്ടഡ് ആയി. pH കൂടാൻ വേണ്ടി നമ്മൾ കുമ്മായം ഉപയോഗിക്കും വെള്ളത്തിനകത്ത്. കുമ്മായം. അതെ, കുമ്മായം ഉപയോഗിച്ചാലേ. പക്ഷെ കേരളത്തിൽ പൊതുവെ അസിഡിക് ആണ്. അസിഡിക് സോയിലും അസിഡിക് വാട്ടറും അതുപോലെ കുറച്ച് അസിഡിക് ആയിരിക്കും. ഈ ചെടികൾക്ക് പോലും അങ്ങനെയല്ല സാറേ, ടോമി സാറേ, ചെടികൾക്ക് പോലും നമുക്ക് ആൽക്കലൈൻ നേച്ചർ വേണം അല്ലേ? ആൽക്കലൈൻ അല്ല, ന്യൂട്രൽ ആയിരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ കേരളത്തിലെ പൊതുവെ വിളകള് അല്പം അസിഡിറ്റി ഉണ്ടെങ്കിലും നന്നായിട്ട് വിളയും. പക്ഷെ ഓവറായി പോകാതിരുന്നാൽ മതി. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുമ്മായം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും നോട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് പഠിക്കുക ശരിക്കും. എന്നിട്ട് നേരെ ഇത് ഉപയോഗിക്കരുത്, ഒന്ന് പഠിക്കുക. നമ്മുടെ ശരീരത്തിൽ പറ്റുന്നതാണോ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുക എന്ന് പറയും, പേഴ്സണലൈസ് ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ ഇതൊക്കെ പറ്റുമോ? എല്ലാവരുടെ ശരീരത്തിലും എല്ലാം പറ്റണമെന്നില്ല. കാരണം നമ്മളുടെ ഒരു ടൈലർ മെയ്ഡ് കോമ്പോസിഷൻ ഒന്നുമില്ല, നമുക്കില്ല. ജനറൽ ആയിട്ടുള്ളൂ. വ്യക്തികൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ജീനുകൾ ഒക്കെ അനുസരിച്ച് അവരുടെ ഫുഡ് ക്രമീകരണങ്ങളൊക്കെ മാറും. ചിലവർ പെട്ടെന്ന് വണ്ണം വയ്ക്കും, ചിലർ പെട്ടെന്ന് വണ്ണം കുറയും. ഇങ്ങനെയൊക്കെയുള്ള നേച്ചറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊന്ന് കസ്റ്റമൈസ് ചെയ്യണം, നമ്മളുടേതായ രീതിയിലേക്ക് മാറ്റണം. അതിന് 10, 20, 30 ദിവസമൊക്കെ ആവശ്യം വരും.
നമ്മളെടുക്കുന്ന ഫുഡ് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അത് നല്ല രീതിയിൽ അത് ബോഡി റിഫ്ലക്ഷൻസ് തരുന്നുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആകുന്ന രീതിയിലുള്ള ഏതാണോ നല്ലത്. പിന്നെ നമുക്കറിയാം നമ്മുടെ ഗട്ട് ബാക്ടീരിയാസ് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന അതിനിഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും അല്ലേ. നമ്മൾ ഗ്രാമ്പൂ ഒക്കെ വായിലിട്ട് നോക്കൂ, ഗ്രാമ്പൂ വായിലിട്ടാലൊന്നും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ടേസ്റ്റൊന്നും നമ്മുടെ ഗട്ട് ബാക്ടീരിയയ്ക്ക് ഇൻട്രസ്റ്റ് അല്ല, കാരണം അത് അറിഞ്ഞിട്ടില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കൂ. ഞാനൊക്കെ മേശപ്പുറത്ത് ഇങ്ങനെ കുരുമുളകൊക്കെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഇടയ്ക്ക് ഓരോന്നെടുത്ത് തിന്നും. കടിച്ച് തിന്നണ്ട, വായിലിട്ടാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും. ശരീരത്തിന് അസുഖം കുറയും, ശരീരത്തിന് വണ്ണം കുറയും, കൂടുതൽ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് നമുക്കുണ്ടാകും. അപ്പോൾ ആ ഒരു ചേഞ്ചസ് ഉണ്ടാക്കാൻ ഈ ഒരു അറിവ് ഗുണകരമാണ്. പക്ഷെ എപ്പോഴും നമ്മൾ നേരെ ഉപയോഗിക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സാറിന്റെ ക്ലാസ് വളരെ നന്നായി. അതായത് ശരിക്കും നമ്മള് ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ കാര്യങ്ങളെ സാറ് ഓർമ്മിപ്പിച്ചതിന് വളരെ നന്ദി സാറേ. താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു സാറ്. നല്ല ക്ലാസ്. എല്ലാത്തിനെയും പലതിനെ കുറിച്ചും ഒരു അറിവ് കിട്ടി. നല്ല ഇത് എന്തായാലും എനിക്കും പറയാം, നല്ല നല്ല അറിവായിരുന്നു, നല്ല അവയർനെസ്. കാരണം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡയബറ്റീസും ക്യാൻസറും കാർഡിയോവാസ്കുലർ രോഗങ്ങളൊക്കെയാണ് കൂടുതലും. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആന്റി ഓക്സിഡൻസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് സാറ് പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ കരിയാമ്പൂക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? അതില്ല. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ കണ്ടന്റുകൾ എന്തൊക്കെ, ഈ പറഞ്ഞ കണ്ടന്റുകളൊക്കെ വളരെ കൂടുതലാണ്. ചുക്ക് ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിൽ മഞ്ഞൾ, നമ്മുടെ മീനിൻ്റെ അകത്തും ഒക്കെ വരെ പഴകിയ അഴുക്ക് വിഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പും മഞ്ഞൾ പൊടിയും ഒക്കെ ഇടുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ മഞ്ഞളിന്റെ ഉപയോഗവും ഗ്രാമ്പും കുരുമുളകും ഇട്ടിച്ചിരി വെള്ളം കുടിക്കുക ആരും ചെയ്യുന്നുണ്ടോ? ഇത് ഞാനും ശ്രദ്ധിക്കും. സാറിൻ്റെ അകത്തെ ക്ലാസ് അത്രയ്ക്ക് നല്ലതായിരുന്നു. അതുപോലെ കുരുമുളക് ഇട്ട് ശാലം വെക്കണം. അതുപോലെ ഏലക്കയും നല്ലതാണ് വെള്ളം. ഇത് മാറി 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 ഉപയോഗിക്കണം. അതുപോലെ നമ്മുടെ ഈ ചേനയുടെ തണ്ടുകൾ, അതുപോലെ വാഴപ്പിണ്ടിയോടൊപ്പം തന്നെ ഈ ചേമ്പിന്റെ ഇലകളും ഒക്കെ വളരെ നല്ലതാണ്. മുരിങ്ങയില ഇതൊക്കെ നമ്മുടെ കറികളിൽ കൂട്ടിയാൽ നമുക്ക് ഈ പറയുന്ന ഗുണങ്ങൾ ഏറെ ഉണ്ടാകും. കാരണം മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് പോയാൽ കാർഡിയോവാസ്കുലർ രോഗികൾ എന്തുമാത്രം കിടക്കുന്നത്. ഞാൻ അതിന്റെ പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എത്ര പേരവിടെ കിടക്കുന്നത്. അപ്പൊ അവരൊന്നും ആദ്യകാലം തൊട്ടേ ഇത് ഉപയോഗിച്ചിട്ടില്ല, ഇത് ഒട്ടും കാണുകയില്ല. സാറിന്റെ ക്ലാസ് അതുകൊണ്ട് വളരെ വളരെ വിലയേറിയതാണ്, വളരെ അറിവ് തരുന്നതാണ്. ഇതെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം മറ്റുള്ളവർക്കും ഇതിന്റെ പ്രയോജനം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നല്ല ക്ലാസ് തന്നെയല്ല സാറേ, ഈ മരുന്നുകൾ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് വന്ന് മരുന്ന് കഴിച്ചാൽ മറ്റൊരു രോഗവും കൂടെ തരും. അതെ അതെ, എല്ലാ രോഗങ്ങൾക്കും എപ്പോഴും ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടല്ലോ, അതിപ്പം മാരകമായ സൈഡ് ഇഫക്റ്റ് ആയിട്ട് മാറുക. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ സെൽഫ് പ്രൊട്ടക്ഷൻ സ്വീകരിക്കുക എന്നുള്ള നിർബന്ധമാണ്. നമ്മൾ ഇങ്ങനെ സ്വീകരിക്കാൻ തുടങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു രീതിയിൽ മാറും. കഴിഞ്ഞിട്ട് അമേരിക്കയിൽ ഒരു കണ്ടുപിടുത്തം ഉണ്ടായിരുന്നു, എന്താ ഈ ചക്കയുടെ പ്രയോജനങ്ങൾ. ഇത് പണ്ട് പോലെ കേൾക്കുന്ന പഴുക്കാത്ത ചക്ക നമ്മൾ കഴിച്ചാൽ നമ്മുടെ ഷുഗർ മാറുമെന്നാണ് പറഞ്ഞത്. അപ്പൊ പഴുക്കാത്ത ചക്ക വേവിച്ച് ഇഷ്ടം പോലെ കഴിക്കാം. ഇപ്പൊ ഏത് സമയത്തും ഉണ്ടാകുന്ന ചക്കകളുണ്ടല്ലോ, അതിന്റെ പ്രയോജനം ആരും മനസ്സിലാക്കുന്നില്ല. പലയിടത്തും ചക്ക ഇങ്ങനെ താഴെ വീട് പോകുന്നതാണ്, ആരും ഉപയോഗിക്കാറില്ല. അത് അധികം കൃഷി ചെയ്യുന്നുമില്ല. പണ്ടുണ്ടായിരുന്ന ഞാൻ താമസ ഏരിയയിലൊക്കെ ചക്കയായിരുന്നു കൂടുതൽ. ഇപ്പൊ അവിടെ എല്ലാം റബ്ബറായിട്ട് ചക്കയ്ക്ക് വേണ്ടി പുറകെ നടക്കുക, വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഒരു പ്രയോജനപ്പെടുത്തേണ്ടതാണ്. കഴിഞ്ഞ എൻ്റെ ബ്രദറുമായിട്ട് സംസാരിച്ചപ്പോൾ ബ്രദർ പറയുന്നത് ഒരു ദിവസത്തെ ഉച്ചഭക്ഷണം എന്ന് വെച്ചാൽ ഒരു ചക്കയാണ്. ചക്ക മറ്റൊരാൾ കൊണ്ടുവരിക്കാൻ വേണ്ടി അത് സൂക്ഷിച്ചു വെച്ചിരിക്കുക നാളത്തേക്കും കൂടെ, എവിടെയാ കാട്ടില്. എന്നുവെച്ചാൽ ഉച്ചഭക്ഷണം ഇല്ല, അപ്പൊ അന്നത്തെ ഭക്ഷണമാണത്. അല്ല സാറേ, സാറ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പപ്പായ കഴിക്കുന്നത് എങ്ങനെയാ കഴിക്കുന്നത്? പഴുത്തത് ഒരെണ്ണം രണ്ടെണ്ണം, അത് മാത്രം? ഒരെണ്ണം മതി. അത് മാത്രമേ കഴിക്കൂ അല്ലേ? അത് മാത്രം. ചെറിയ കഴിയും, ചെറിയ പഴം കഴിയും. അല്ല, പ്രോട്ടീൻ ഒന്നുമില്ല, വെറും ഇല്ല, ഞാനത് മാത്രമേ കഴിക്കാറുള്ളൂ. ഇത് മതിയല്ലോ, അത് മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ പലപ്പോഴും ചെറുപയർ മുളപ്പിച്ച് കഴിക്കാം. മിക്കവാറും ചെറുപയർ അല്ലെങ്കിൽ വൻപയർ മുളപ്പിച്ച് കഴിക്കാം. പക്ഷെ അതിന്റെ കഴിക്കുമ്പോൾ നമുക്ക് വയറ് നിറയും. നോർമലി ഒരു സാധനം മുളയ്ക്കുമ്പോൾ 300 ഇരട്ടി ഗുണം കൂടിയ ധാന്യ അവസ്ഥയ്ക്ക് നിന്ന് വെജിറ്റബിൾ അവസ്ഥയ്ക്ക് മാറുകയും ചെയ്യും. അതെ, അതൊക്കെ വളരെ കുറച്ച് മതി. കുറച്ച് പയർ നമ്മൾ വെള്ളത്തിലിട്ടാൽ ഒരാഴ്ചത്തേക്കുള്ള സാധനം അവൈലബിളാണ്.
കണ്ടമാനം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. നമ്മൾ കറി കഴിക്കുന്നവർ കഴിച്ചാൽ മതി, നമ്മുടെ ശരീരത്തിന് അത് മതി. അങ്ങനെ ഒരു നമ്മുടെ 20-30 ദിവസം കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓക്കെ ആയിക്കോളും. അല്ല, ഇപ്പൊ ചില രോഗങ്ങൾക്ക് ഇപ്പൊ എപ്പോഴും പറയാറുണ്ട് പണ്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കഴിക്കാൻ പറ്റിയല്ലോ ചില രോഗങ്ങൾക്ക്. അപ്പൊ അതെ. അതിനകത്ത് അവർ പറയുന്ന ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത്, അത് പ്രത്യേകിച്ച് ന്യൂറോ ഡോക്ടേഴ്സ് പറഞ്ഞ് നിങ്ങൾ പേരയ്ക്ക തിന്നു, കപ്പളയ്ക്ക തിന്നു, ഈ 2 പഴം മാത്രം കഴിച്ചാൽ മതി. കാരണം കപ്പളങ്ങ അധികം പഴുത്താലും കുഴപ്പമില്ലെന്നുള്ളതാണ്. ഈ 2 പഴവർഗ്ഗങ്ങൾ ഏത് രോഗികൾക്കും കഴിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അറിവ് അന്ന് പറഞ്ഞത്. അതുപോലെ പേരയ്ക്ക വിറ്റാമിൻ സിയുടെ വലിയൊരു കൂട്ടമാണ്. എന്ന് വെച്ചാൽ നെല്ലിക്കയെക്കാളും കൂടുതൽ വിറ്റാമിൻ സി ഉള്ളത് പേരയ്ക്കയിലാണ്. പേരയ്ക്ക നമ്മുടെ ഡെയിലി ഫുഡായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പേരയ്ക്ക മിക്കവാറും ഞാൻ രാവിലെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾ വീട്ടിൽ ഉണ്ടായിട്ടില്ല, അത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. അതിനാൽ ഇപ്പം മേടിക്കുന്ന വലുപ്പം കൂടിയ പേരയ്ക്ക് ഗുണമുണ്ടോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, രുചിയില്ല, ഗുണമില്ല. ചെറിയ പേരയ്ക്കാണെങ്കിൽ നല്ലതാണ്, അതും നല്ലതാണ്. അത് വിറ്റാമിൻ സിയുടെ ഒരു കണ്ടന്റ്. വിറ്റാമിൻ സി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പക്ഷെ നമ്മളുടെ ഈ പറയുന്ന വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുന്ന ആൻറ്റി ഓക്സിഡൻറ്റിനേക്കാളും അതിൻ്റെ ഒപ്പം എത്തത്തില്ല അത് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അതിനേക്കാളും നല്ലതാണ് ഇങ്ങനെയുള്ള ആൻറ്റി ഓക്സിഡൻസ്. ഈ പഥ്യമുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് പറയേ മറ്റുള്ളവരൊക്കെ പറയും, ചിലപ്പോഴൊക്കെ കേൾക്കാനിടവുന്നുണ്ട്, താളും തകരയൊക്കെയാ അവർക്ക് മതി എന്ന് കളിയാക്കി പറയുന്ന. താളും തകരയും ചേമ്പും മറ്റേ താള് അതെ അതെ എങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഇലക്കറികളും ഇലത്തണ്ടുകളും. അന്ന് സുലഭമായിരുന്നു മറ്റു മാർഗങ്ങളിൽ. ഇന്നിപ്പോ എത്ര കടകളാ. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ കടയിൽ സാധനം വീട്ടിൽ കൊണ്ട് തരത്തില്ലേ? അതെ അതെ അതെ, ആള് പേടിക്കാൻ പോലെ. പലപ്പോഴും കേട്ട് മറന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും നല്ലൊരു അവയർനെസ് ആയിരുന്നു സാറേ. താങ്ക് യു സോ മച്ച്. ഓക്കെ, തോമസ് അച്ഛാ കേൾക്കുന്നുണ്ടോ? ഉഷാകുമാരി മാം, ഇൻസൽ സാർ എന്താ പറയാൻ പറഞ്ഞത്? താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക്, ഞാൻ ഈ ഭക്ഷണ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണ്. ആകെ ഞാൻ കഴിക്കുന്നത് ഇപ്പോൾ അരി ഭക്ഷണം കാലത്ത് കഴിക്കും, ഇഡ്ഡലി ദോശയൊക്കെ. അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നത് മില്ലറ്റ്സ് ആണ്, ഉച്ചയ്ക്കും വൈകുന്നേരവും. മില്ലറ്റ്സിന്റെ കഞ്ഞിയാണ് ഞാൻ കുടിക്കാറുള്ളത്. അതുകൊണ്ട് എൻ്റെ ഷുഗർ ലെവൽ ഒന്ന് കുറച്ചിട്ടുണ്ട്. അത് കൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അത് ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 1.5-2 കൊല്ലമായിട്ട് ഞാൻ മില്ലറ്റ്സ് കഴിക്കണം. അങ്ങനെ ഒരു ഇതുണ്ട്. ബാക്കി പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും വളരെ വളരെ ഒരു ഐ ഓപ്പണർ ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. രാവിലത്തെ ഇഡലി അങ്ങനെയുള്ള സാധനങ്ങൾക്ക് പകരം സാർ ഈ പറയുന്ന വെജിറ്റബിൾ പ്ലസ് ഫ്രൂട്ട് ആക്കും. ഫ്രൂട്ട് നോക്കണം, ഷുഗർ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. വെജിറ്റബിൾസ് ഉപയോഗിക്കാം. പറയുന്ന രീതിയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കൂ പതുക്കെ. പപ്പായ കഴിക്കാറുണ്ട്, പിന്നെ എനിക്ക് ഏത്തക്കായ ഇഷ്ടം. അത് അധികം വീട്ടിൽ തരാറില്ല. അല്ല, ഏത്തക്ക പച്ച പഴുക്കാത്ത ഏത്തക്ക കഴിക്കാം സാർ. പഴുത്ത ഏത്തക്കയല്ല, പഴുക്കാത്തത്, ചവർപ്പുള്ളത്. എന്നാലും നമുക്ക് കസ്റ്റമൈസ് നോക്കണം, നമുക്ക് പറ്റുമോ നോക്കണം, എന്നിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എനിക്കൊരു ക്ലാസ് ഉണ്ട്. ഓക്കെ, സീ യു. താങ്ക് യു. നല്ല